welcome to all of you. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ എത്തിച്ചേർന്ന ഏവരെയും ഈ ഒരു പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക്, ആഘോഷവേളയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഒന്ന് കൈയടിക്കാൻ നമുക്ക് എല്ലാവർക്കും. Ladies and gentlemen, a very good evening to one and all, and a warm welcome to all of you. തീർച്ചയായിട്ടും ഇതൊരു സന്തോഷത്തിന്റെ ദിനമാണ്. നമ്മളേവരും ആഘോഷിക്കാൻ എത്തിയൊരു ദിനമാണ്. മിസ്റ്റർ ആന്റോ റോച്ച അവർകൾ 50ാമത്തെ പിറന്നാൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ അതൊരു ഔചിത്യബോധത്തിന് അപ്പുറത്തായി പോകും. അതുകൊണ്ട് മാത്രം പറയുകയാണ്. ഏകദേശം 30 വർഷങ്ങൾക്ക് മുൻപ് ഖത്തറിലെത്തി ഒരു ഡ്രൈവറുടെ ജോലിയിലൂടെ തുച്ഛമായ ശമ്പളത്തിൽ തുടങ്ങി ഇന്ന് ഖത്തർ മൊത്തം അറിയപ്പെടുന്ന ഒരു മലയാളിയായി ഒരുപാട് സൗഹൃദങ്ങൾ കൂട്ടായ്മയിലൂടെ മുന്നോട്ട് പോയ ആ വ്യക്തിക്ക് ആദ്യമേ തന്നെ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. നല്ലൊരു കയ്യടിയാവാം, ഇത്രയൊന്നും പോരാ. ഹാപ്പി ബർത്ത്ഡേ ടു മിസ്റ്റർ ആന്റോ റോച്ച. ഒപ്പം തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സുലൈത്തി കുടുംബാംഗങ്ങൾക്കും ഞങ്ങളിപ്പോൾ നന്ദി അർപ്പിക്കുകയാണ്. കാരണം ഒരുപാട് വർഷങ്ങളായി നിരന്തരം കൂടെയുള്ള അത്രയും നമ്മുടെ ഈ ഖത്തറിന് വേണ്ടി പ്രവർത്തിക്കുകയും ഒപ്പം തന്നെ അദ്ദേഹത്തിന് വേണ്ടി ശ്രീ ആന്റോക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന സുലൈത്തി കുടുംബാംഗങ്ങളെ ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടിയും നല്ലൊരു കയ്യടി എല്ലാവരും ചേർന്ന്. കൂടാതെ തന്നെ ഒരു സൗഹൃദത്തിന്റെ കഥ കൂടി എനിക്ക് പറയാനായിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഈ ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തിയ നമ്മുടെ തൃശ്ശൂർക്കാരനായിട്ടുള്ള ആന്റോ റോച്ച ഇന്ന് അറിയപ്പെടുന്ന ഒരു ബിസിനസ് മാൻ ആയിരിക്കുകയാണ്. ഒപ്പം തന്നെ നിരവധി സൗഹൃദങ്ങളിലൂടെ അദ്ദേഹം കടന്നു വരുന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് 2 വ്യക്തിത്വങ്ങളെ എനിക്ക് പറയേണ്ടി വരും. കാരണം സ്നേഹം കൊണ്ട് മനസ്സിനെ കീഴടക്കി മുന്നേറുന്ന ആ 2 വ്യക്തികൾ 30 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോ ഈ നിമിഷം വരെ നീണ്ടു നിൽക്കുകയാണ്. ശ്രീ മൂസ ആൻഡ് തമ്പാൻ, അവർക്ക് വേണ്ടി നല്ലൊരു കൈയടി. ഇപ്പോഴും ആ സ്നേഹവും ആ ഒരു കൂട്ടായ്മയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. അതിലൊരു മലയാളി ആയതിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. അപ്പൊ ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്ന ഏവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നമുക്ക് ഒരുമിച്ച് നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് പറയാം, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മിസ്റ്റർ ആന്റോ റോച്ച. Once again, happy birthday to Mr. ആന്റോ റോച്ച. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ നമ്മളൊരു എന്ത് പരിപാടിയിലാണെങ്കിലും ഏതൊരു മനുഷ്യനും ഏറ്റവും കൂടുതൽ റിലാക്സേഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് സംഗീതമാണ്. മ്യൂസിക്കിന്റെ ലോകത്തേക്ക്, സംഗീതത്തിന്റെ ലോകത്തേക്ക് നമ്മൾ യാത്രയാകുന്ന സമയം, ആ ഒരു സമയത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ക്യൂ റോക്കേഴ്സിന്റെ ടീം അംഗങ്ങളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഹംസ, മുത്തു, ഷാവിദ് അവരെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഒരു സോങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം ഈ ഒരു സോങ് എന്ന് പറയുമ്പോൾ തന്നെ ജാതി മത വർഗ ഭേദമന്യേ തന്നെ ഏവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഇവരുടെ എല്ലാം ആന്റോ ചേട്ടന് വേണ്ടി ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഒരു മതമൈത്രി ഗാനമാണ് ആദ്യമായി ഈ വേദിയിലേക്ക് എത്തുന്നത്. ഈ കലാകാരന്മാർക്ക് ഒരു നല്ല കൈയടി കൊടുക്കാം. ഹലോ പ്രിയമുള്ളവരെ, നമസ്കാരം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ആന്റോ ചേട്ടന് 1000 ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് നല്ലവരിൽ നല്ലവരായ നിങ്ങളുടെ കൈയടിച്ചുള്ള പ്രോത്സാഹനവും അതിലുപരി പ്രാർത്ഥനയും പ്രതീക്ഷിച്ചുകൊണ്ട് നല്ലൊരു കയ്യടി. താങ്ക് യു. അതുമാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു മതമൈത്രി ഗാനത്തിലേക്ക്. ആയിരം കാത മകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ. ആയിരം കാത മകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ. ലക്ഷങ്ങളെത്തി നമിക്കും മദീന, അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഫാ മാർവാ മലയുടെ ചോട്ടിൽ സാഫല്യം തേടിയോരെല്ലാം.
തണലായി തുണയായി സംസം കിണറിന്നും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം. കാലപ്പഴക്കത്താൽ മാറ്റാൻ കഴിയുമോ ബിലാലിൻ സുന്ദര ബാങ്കൊലികൾ? ഖുർആന്റെ കുളിരിടും വാക്യങ്ങൾ എന്നോട് കരളിലെ കറകൾ കഴുകിടുന്നു. വിലാസിനി വരവർണ്ണിനി ശിവകാമേശ്വരി ജനനി. വിദ്യാവിലാസിനി വരവർണ്ണിനി ശിവകാമേശ്വരി ജനനി. ഒരു ദുഃഖബിന്ദുവായി മാറുന്ന ജീവിതം കരുണാമയമാക്കൂ. ഹൃദയം സൗവർണികയാക്കൂ. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. കാതര ഹൃദയ സരോവര നിറുകയിൽ ഉദയാങ്കുലിയാകൂ. മംഗളം മന്ദസ്മിതം തൂകൂ. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. മന്നവർ മൂവരും ദാവീദിൻ സുതനേ, മന്നവർ മൂവരും ദാവീദിൻ സുതനേ. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ അവർ കാഴ്ചകൾ വെച്ചു വണങ്ങി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാപാർത്തിരുമ്പോ രജപാലകർ ദേവനാദം കേട്ടു ആമോദരാ. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരകരാജകുമാരിയോടും തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. കദളിവാഴക്കൈയിലിരുന്ന് കാക്ക ഇന്നു വിരുന്നു വിളിച്ചു. വിരുന്നുകാരാ 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 വന്നാട്ടെ.
വാഴക്കൈയിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ചു വിരുന്നുകാരാ 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 വന്നാട്ടെ. സുന്ദരനാണ് വരുന്നതെങ്കിൽ സുന്ദരനാണ് വരുന്നതെങ്കിൽ സുറുമയിത്തിരി എഴുതേണം. കാപ്പു വേണം, കാൽത്തള വേണം, കസവിൻ തട്ടം മേലിടണം. വയസ്സനാണ് വരുന്നതെങ്കിൽ വയസ്സനാണ് വരുന്നതെങ്കിൽ അയലേ ചോറും നൽകേണം. ഇടയ്ക്കിടയ്ക്ക് വെറ്റില തിന്നാൻ ഇടിച്ചിടിച്ച് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് വെറ്റില തിന്നാൻ ഇടിച്ചിടിച്ച് കൊടുക്കണം. കദളി വാഴക്കൈയിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ചു വിരുന്നുകാരാ 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 വന്നാട്ടെ. വിരുന്നുകാരാ 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 വന്നാട്ടെ. तुमसे मिलके ऐसा लगा, तुमसे मिलके अरमां हुए पूरे दिल के. तुमसे मिलके ऐसा लगा, तुमसे मिलके अरमां हुए पूरे दिल के. ऐ मेरी जाने वफा, तेरी मेरी मेरी तेरी एक जान है. साथ तेरे रहेंगे सदा, तुमसे न होंगे जुदा. तुमसे मिलके ऐसा लगा, तुमसे मिलके अरमां हुए पूरे दिल के. मेरे सनम तेरी कसम, छोड़ेंगे अपना ये हाल. ये जिंदगी ला 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 गुजरेगी अब ला ला ला, हमदम तुम्हारे है साथ. अपना ये वादा रहा, तुमसे न होंगे जुदा. तुमसे मिलके ऐसा लगा, तुमसे मिलके अरमां हुए पूरे दिल के. ऐ मेरी जाने वफा, तेरी मेरी मेरी तेरी एक जान है. साथ तेरे रहेंगे सदा, तुमसे न होंगे जुदा. तुमसे मिलके ऐसा लगा, तुमसे मिलके अरमां हुआ पूरे दिल के.
बस तेरा ही इंतजार, तेरे बिना आता नहीं एक पल मुझे अब करार। हमदम मेरा मिल गया, हम तुम न होंगे जुदा। हमदम मेरा मिल गया, अब हम न होंगे जुदा। तुमसे मिलके ऐसा लगा, तुमसे मिलके अरमा हुए पूरे दिल के। ऐ मेरी जाने वफा, तेरी मेरी तेरी एक जान है। साथ तेरे रहेंगे सदा, अब हम न होंगे जुदा। ला 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 ला। താങ്ക് യു. നമ്മുടെ ഈ ഒരു ഫംഗ്ഷന്റെ ഔപചാരികമായിട്ടുള്ള നടപടിയിലേക്ക്, അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിന്റെ ഭാഗമായി നമ്മുടെ പോറ്റമ്മയായ ഖത്തറിന്റെ നാഷണൽ ആന്തം പ്ലേ ചെയ്യാൻ പോവുകയാണ്. താങ്ക് യു. അപ്പോ ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വ്യക്തിത്വങ്ങളെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ആൻഡോ റോച്ച അവരുടെ 50ാമത്തെ പിറന്നാൾ ആഘോഷങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയടി കൊടുക്കാം നമുക്ക്. ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഒന്ന് മനുഷ്യന്റെ പുഞ്ചിരിയാണ്. ഏറ്റവും സന്തോഷമുള്ളതോ ആ സന്തോഷത്തിന് താൻ കാരണക്കാരനാകുന്നതും. ഇവിടെ ഇതാ ഒരു വ്യക്തി തൻ്റെ സന്തോഷങ്ങളെ മറ്റുള്ളവരുടെ കൂടി സന്തോഷമായി മാറ്റുന്നു. സന്തോഷവും സമ്പത്തും പങ്കുവയ്ക്കുന്നതിൻ്റെ ആനന്ദം അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി, അതെ, ആൻഡോ റോച്ച റോബൻ. താനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കെല്ലാം ഒരു കൈത്താങ്ങായി, എപ്പോഴും നല്ല സുഹൃത്തായി തൻ്റേതു മാത്രമായ ഒരു പന്ഥാവ് വെട്ടിത്തെളിയിച്ചിരിക്കുകയാണ്. എപ്പോഴും മുഖത്ത് വിടരുന്ന ആ തെളിഞ്ഞ പുഞ്ചിരി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ നൈർമല്യത്തിൻ്റെ പ്രതീകമാണ്. ഹൃദയത്തിലെ നന്മയുടെ പ്രതിഫലനമാണ്. 50ാം വയസ്സിലെ ഈ ആഘോഷം, ഈ ഒത്തുചേരൽ ഇനിയും ഒരു 50 വർഷത്തെ അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിനായി നമുക്കുള്ള പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘായുസ്സിനും ആരോഗ്യത്തിനുമായി
നമുക്കെല്ലാവർക്കും മനസ്സാ പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയോടെ ഇന്നത്തെ ആഘോഷത്തിൻ്റെ ഔപചാരികമായ നിമിഷങ്ങളിലേക്ക് നാം കടക്കുകയായി. ഒരിക്കൽ കൂടി നിങ്ങൾക്കേവർക്കും നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. ഇനിയും ഒരുപാട് വർഷങ്ങൾ ഈ ഖത്തറിൽ ജീവിച്ച് ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്ത് ഒരുപാട് പേരുടെ ചുണ്ടിലെ പുഞ്ചിരി അത് ഉണ്ടാക്കി കൊടുക്കുവാൻ ഷിയാൻറ്റോ റീച്ചോ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി. ഒപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാം നമ്മൾ കടക്കുകയാണ്. അതിനു മുൻപായി ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ഇവിടെ നിൽക്കുന്നത്. ഞാനിവിടെ പുതിയതാണ്. എന്തായാലും ലേഡീസ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആള് ഇദ്ദേഹത്തെയാണ്. തീർച്ചയായിട്ടും മൈ നെയിം ഈസ് സീന. ഐ തിങ്ക് മെനി ഓഫ് യു നോ മീ. സോ അത്രയും മതി, അറിയാൻ പറ്റും. ഓക്കെ, സന്തോഷം. ആൻഡ് മൈ നെയിം ഈസ് സുരാജ്. റേഡിയോ സുനോ 91.7 FM RJ ആണ്. ചിലപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും. മാറ്റിനി മാഷപ്പ് ഉച്ച കഴിഞ്ഞിട്ട് 2 മണി മുതൽ 5 മണി വരെ ആണ് ഷോ. ഒപ്പം തന്നെ വെള്ളിയാഴ്ചകളിൽ 6 മണി മുതൽ 8 മണി വരെ ജോക്ക് ആൻഡ് ചിൽ എന്ന പ്രോഗ്രാമും ചെയ്യുന്നു. ഖത്തറിലെത്തിയിട്ട് ഒരുപാട് സന്തോഷം. കാരണം ഒരു മാസം കൊണ്ട് തന്നെ ഒരുപാട് പേരെ കാണാൻ കഴിയുകയാണ്. ഞങ്ങളിങ്ങനെ കേട്ട് കൂട്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഖത്തറിൻ്റെ സ്വന്തം റേഡിയോ സ്റ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷങ്ങൾ പങ്കുവെക്കപ്പെടുന്നു. അപ്പോൾ ഈ ഒരു സദസ്സ് കിട്ടിയതിൽ ആദ്യമേ തന്നെ ഞാൻ അഭിമാനിക്കുകയാണ്. താങ്ക് യു ആൻഡോ സാർ, താങ്ക് യു സോ മച്ച്. ഒരു നല്ല കയ്യടി ഞങ്ങൾക്ക് കൂടി. ഓക്കെ, thank you Suraj, thank you so much for your presence here. So shall we ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു കാര്യത്തിന് മാത്രമേ കുറവുള്ളൂ. നമ്മൾ ക്ഷണം സ്വീകരിച്ച എല്ലാവരും എത്തി, വ്യക്തിത്വങ്ങൾ എത്തി, സാറുമാരെല്ലാവരും എത്തിയിട്ടുണ്ട്, ചീഫ് ഗസ്റ്റ് ഉണ്ട് നമ്മുടെ. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു നല്ല കയ്യടി. എല്ലാവരും കയ്യടിക്കോ, മടിക്കാതെ പ്ലീസ്. യെസ്, ഈ ശബ്ദമാണ്. ഇത് നമ്മുടെ പ്രിയപ്പെട്ട ആൻഡോ ചേട്ടന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ വെടിക്കെട്ടിന് തിരികൊളുത്തുന്ന കയ്യടിയാവട്ടെ. ഒന്നുകൂടി, ഇത് സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്, ആനന്ദത്തിന്റെ നിമിഷങ്ങളാണ്. നമ്മുടെ ആഘോഷിക്കാം. നാട്ടിലാണെങ്കിൽ നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് എന്ന് പറയുന്ന പോലെ ഇവിടെ മാലപ്പടക്കങ്ങൾ അങ്ങ് പൊട്ടണം. അത് നിങ്ങളുടെ കൈകൾ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദങ്ങൾ കൊണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമേ തന്നെ സ്വാഗതം ചെയ്യുന്നു സാല അബ്ദുള്ള മുഹമ്മദ് അലി സുലൈത്തി സാർ, ചെയർമാൻ ഓഫ് ഖത്തർ സെക്യൂരിറ്റി ആൻഡ് ഗാർഡിംഗ് സർവീസസ്. പ്ലീസ് സാർ, പ്ലീസ് കം ഫോർവേഡ്. നല്ലൊരു കൈയ്യടി പ്ലീസ്. പ്ലീസ് സാർ. അദ്ദേഹത്തിന് ബൊക്കെ നൽകി ആദരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സാല അബ്ദുള്ള മുഹമ്മദ് അൽ സുലൈത്തി സാർ, നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം അദ്ദേഹത്തിന് ഏവരും ചേർന്ന്. Next, let us welcome Mr. Abdullah Saleh Al Sulaiti. Please continue your class. Please come to the stage, sir. അടുത്തതായി സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ ഹണി, ഖത്തർ സെക്യൂരിറ്റി മാനേജർ ഹണി സാർ. പ്ലീസ് കം ഫോർവേഡ് പ്ലീസ്. പ്രിയങ്കരനായ ആദരണീയനായ ശ്രീ ഡേവിസ് എടക്കളത്തൂർ അവர்களെ ഈ വേദിയിലേക്ക് സഭിമാനം സഹർഷം സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ ഡേവിസ് എടക്കാലത്തൂർ, പ്ലീസ് കം ഫോർവേഡ്. നല്ലൊരു കയ്യടി പോരട്ടെ. President of Bhavan School, Mr. P.N. Baburajan avargal, please come forward. So please. സ്കിൽസ് ഡെവലപ്മെന്റ് സെന്ററിന്റെ Please എല്ലാ join with അംഗമായ us. ബാബുരാജൻ സാറിനെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. Next, Mr. Manikandan avargal, Vice President of Indian Cultural Center, please come forward. മിസ്റ്റർ ബാബുവിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വെർ ഈസ് മിസ്റ്റർ ബാബു? അദ്ദേഹം എത്തിയിട്ടില്ല. തീർച്ചയായിട്ടും വരുമ്പോൾ ഈ ഒരു സ്വാഗതം അതിൽ ഇരട്ടിയായിട്ട് നമുക്ക് കൊടുക്കാം. സോ നെക്സ്റ്റ് മിസ്റ്റർ വിൽസൺ, മാനേജിംഗ് ഡയറക്ടർ ഓഫ് ജെം അഡ്വർടൈസിംഗ്. അദ്ദേഹം എത്തിയിട്ടില്ല. ഓക്കെ, അദ്ദേഹം എത്തിയിട്ടില്ല. ഇന്ന് തേഴ്സ്ഡേ അല്ലേ, ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ടിട്ടായിരിക്കും. എല്ലാവരും അതിഥികൾ ഉടനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും. അതെ, അടുത്തതായി മിസ്റ്റർ ഷാഹുൽ അഹമ്മദ്,
General Manager of United International. Mr. Sir, please- Shahul Ahmad, General Manager of United International. Please welcome to the stage. അവസാനത്തെ ഒരു വ്യക്തിയെ കൂടി നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ വീണ്ടും നമ്മളൊരു 30 വർഷങ്ങൾക്ക് മുൻപോട്ട് പോകേണ്ടി വരും. കാരണം നമ്മുടെ ആൻഡോ സാറിനെ ഇവിടേക്ക് എത്തിച്ച അദ്ദേഹത്തിന്റെ എൽഡർ ബ്രദർ ആയിട്ടുള്ള മിസ്റ്റർ സെബാസ്റ്റ്യൻ റോച്ച. പ്ലീസ് കം ഫോർവേഡ് മിസ്റ്റർ സെബാസ്റ്റ്യൻ റോച്ച. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം നമുക്ക്. ചില തുടക്കങ്ങൾ വളരെ മനോഹരമാകുമ്പോൾ ആ തുടക്കത്തിന്റെ ആദ്യ പാഠം 1 എന്ന പുസ്തകത്തിൽ എഴുതി ചേർക്കേണ്ട പേര് മിസ്റ്റർ സെബാസ്റ്റ്യൻ റോച്ച. ആദരണീയനായ ശങ്കർജി ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഡയറക്ടർ ഓഫ് നോർക്ക കേരള സ്റ്റേറ്റ് ശങ്കർജിയെ സാദരം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Mr. Shankaran Avarkal, Director of Norca Kerala State, please come forward. Yeah, Mr. Babu is also coming. Let's welcome Mr. Babu also to the stage. Mr. Babu Kolatara, Managing Director of Confident. ഓക്കെ, അപ്പോ ഏകദേശം നമ്മുടെ ഈ സദസ്സില് ഫില്ലാവാനായിട്ട് ഇനി ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അതാരാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ സ്വന്തം The VIP of the day. യെസ്, നമ്മുടെ സ്വന്തം, നിങ്ങളുടെ സ്വന്തം, നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ശ്രീ ആൻഡോ റോച്ച. പ്ലീസ് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു, ഏറെ ബഹുമാനത്തോടെ. The sweet birthday boy, Mr. Ando. ടുഡേയ്സ് ബർത്ത്ഡേ ബോയ് ആൻഡോ റോച്ച. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഫംഗ്ഷനിലേക്ക് കിടക്കുകയാണ്. ഏതൊരു ബർത്ത്ഡേസിന്റെയും ആദ്യത്തെ പാഠം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കേക്ക് കട്ടിംഗ് ആണ്. അപ്പോൾ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു കേക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ കേക്ക് കട്ടിങ്ങിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും, എല്ലാ വിശിഷ്ട വ്യക്തികളെയും സ്വാഗതം ചെയ്യുന്നു. കൂടെ മിസ്റ്റർ ആൻഡോ റോച്ച, പ്ലീസ്. പിറന്നാൾ മധുരം പങ്കിടുന്നതിനായി ഇതാ നമ്മുടെ പ്രിയങ്കരനായ ആൻഡോ ചേട്ടന്റെ 50ാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള കേക്ക് കട്ടിംഗ് ആരംഭിക്കുകയായി. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം മുന്നിലേക്ക് നോക്കിയാൽ ഒരുപാട് സ്മാർട്ട് ഫോണുകൾ ഇതാ ഇങ്ങനെ ഒരു രംഗം അവരുടെ മൊബൈലിൽ ചിത്രീകരിച്ചെടുക്കാൻ, പകർത്തിയെടുക്കാൻ സാക്ഷ്യം വഹിക്കുന്ന ഒരു നിമിഷം. അത്രയ്ക്കും സ്നേഹമാണ് അവർക്ക് ആൻഡോ റോച്ചയോട്. തീർച്ചയായിട്ടും ഈ ഒരു നിമിഷത്തിൽ നമ്മൾ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഇങ്ങനെ ഒരു ബർത്ത്ഡേ. വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ, പ്രിയങ്കരായ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ആൻഡോ ചേട്ടന്റെ 50ാം പിറന്നാൾ ആഘോഷങ്ങൾക്ക് നാം തിരികൊളുത്തുകയായി. തിരി തെളിഞ്ഞു കഴിഞ്ഞു. ഇനി അത് കട്ട് ചെയ്യേണ്ട സമയം മാത്രമാണ്. പ്രകാശപൂരിതമായ ഈ നിമിഷത്തിൽ ഒരു മനോഹരമായ ജന്മദിനം, 50ാം ജന്മദിനം ഇതാ ആഘോഷിക്കപ്പെടുക പോകുന്നു. ഇത് എഴുതി ചേർക്കുന്നത് ഖത്തറിന്റെ ചരിത്രത്തിലാണ്. നമ്മുടെ തൃശ്ശൂർ പേരൂർക്കാരൻ സാംസ്കാരിക നഗരത്തിൽ നിന്നുമെത്തി ഖത്തറിൽ ഒരു ചരിത്രം രചിച്ച ശ്രീ ആൻഡോ റോച്ച, നമ്മുടെ ആൻഡോ ചേട്ടനെ ഏവർക്കും വിഷ് ചെയ്യാം. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. to you. Happy birthday to you. ഒന്ന് കൈയടിക്കുക എല്ലാവരും. നല്ലൊരു നിമിഷമല്ലേ ഇത്? Come on. ഒന്ന് കൈയടിക്കാൻ നമുക്ക്. യാസ് ഖത്തറിന് വേണ്ടി നല്ലൊരു കൈയടി കൊടുക്കാം പ്ലീസ്. യാസ് ഖത്തറിന്റെ ചീഫ് പാട്രൺ ആൻഡോ റോച്ചയ്ക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് യാസ് ഖത്തർ ടീം കേക്ക് മുറിക്കുകയാണ്. ഈ 50ാമത്തെ ജന്മദിനം ഇവിടെ നമ്മുടെ മുത്തുകളുടെ നാട്ടിൽ മൊമെന്റോ സമ്മാനിക്കുന്നതിനായി അഡ്വക്കേറ്റ് ജാഫർ ഖാൻ, ചെയർമാൻ ഓഫ് യാസ് ഖത്തർ അവർകളെ സ്വാഗതം ചെയ്യുകയാണ്. സമ്മാനിക്കുന്നു. ഒരു നല്ല കൈയടി കൊടുക്കാൻ നമുക്ക്. ആൻഡോ ചേട്ടന് മൊമെന്റോ സമ്മാനിച്ചിരിക്കുകയാണ് അഡ്വക്കേറ്റ് ജാഫർ ഖാൻ, ചെയർമാൻ ഓഫ് യാസ് ഖത്തർ.
മറ്റൊരു സമ്മാനം കൂടി അദ്ദേഹത്തെ തേടി എത്തിയിരിക്കുകയാണ്. ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കുറെ സമ്മാനങ്ങൾ വരിവരിയായി നിൽക്കുന്നു. അപ്പൊ ഒരുപാട് സമ്മാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിനൊപ്പം തന്നെ ഇന്നത്തെ ഒരു സായാഹ്നം നമുക്ക് ഏവർക്കും ചേർന്ന് ഗംഭീരമാക്കാം. ശ്രീ ബാബുരാജ് ഡേവിസ് എടക്കളത്തൂർ അവർകൾ ആൻഡോ റോച്ചയ്ക്ക് ജന്മദിന സമ്മാനം നൽകി സന്തോഷം പങ്കിടുന്നു. മിസ്റ്റർ ഡേവിസ് എടക്കാലത്തൂർ, ചെയർമാൻ ഓഫ് ഒലിവ് സ്കൂൾ. ബാബു കൊളത്തറയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ മകൾ സുന്ദരിക്കുട്ടി ഇതാ വേദിയിൽ. മിസ്റ്റർ ബാബു കൊളത്തറയ്ക്ക് വേണ്ടി മാനേജിംഗ് ഡയറക്ടർ ഓഫ് കോൺഫിഡൻസ് അവർക്ക് വേണ്ടി മകളാണ് കൊടുത്തത്. സോറി, അനീഷിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അനീഷിന്റെ മകൾ. Then ഫൈസാൻ മുഹമ്മദ്, പ്ലീസ്. ഫൈസാൻ മുഹമ്മദിന്റെ ഒരു സമ്മാനമാണ് ഇനി ആൻഡോ ചേട്ടന് ലഭിക്കുന്നത്. ഒപ്പം തന്നെ ഇനി സമ്മാനങ്ങൾ ഉണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വരാം, അദ്ദേഹത്തിന് നൽകാം, നേരിട്ട് നൽകാം. ഈ ഒരു നിമിഷത്തിൽ ഇവിടെ ആഘോഷങ്ങളുടെ തൃശ്ശൂർ പൂരമാണ്, വെടിക്കെട്ടാണ്, മാലപ്പടക്കത്തിന് തിരികൊളുത്തിയിരിക്കുന്നു. മിസ്റ്റർ ശ്രീനിവാസ് ജന്മദിന സമ്മാനം നൽകി സന്തോഷം പങ്കിടുന്നു. മിസ്റ്റർ ശ്രീനിവാസ്, താങ്ക് യു ശ്രീനിവാസ്. ഇനി സമ്മാനങ്ങൾ നൽകാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ പ്ലീസ് ഈ സദസ്സിലേക്ക് കയറി വരിക. താങ്ക് യു മാം. അടുത്തതായി സ്നേഹ സമ്മാനം ജന്മദിന സമ്മാനം നൽകുന്നതിനായി ഫാൾ ടീം വേദിയിലെത്തുന്നു. മിസ്റ്റർ ആൻഡോ റോച്ചയുടെ 50-ാം പിറന്നാൾ ദിനത്തിൽ ഫാൾ ജനറൽ മാനേജർ AP മണികണ്ഠന്റെ നേതൃത്വത്തിൽ ഫാൾ ടീം പ്ലീസ് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സ്നേഹത്തിന്റെ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഫാൾ ടീം ജന്മദിന ആശംസകൾ നേരുകയാണ്. ഇപ്പോ ആൻഡോ ചേട്ടൻ എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് ഏവർക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. കാരണം അത്രമാത്രം വിഷസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്, സമ്മാനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 30 വർഷങ്ങൾ കൊണ്ട് ആൻഡോ ചേട്ടൻ ഉണ്ടാക്കിയെടുത്ത സൗഹൃദങ്ങൾ, ആ സൗഹൃദങ്ങൾ ഇപ്പോ ഈ സദസ്സിലെത്തിയിരിക്കുന്നു. മനോഹരമായ ഒരു കാരിക്കേച്ചർ, ഒരു നല്ല കൈയ്യടി. താങ്ക് യു ഫാൾ ടീം. May I request Mr. Saleh Abdul Sulaiti to come forward to receive or to share the moments of ഒരു happiness. നല്ല കൈയ്യടി ആ വരച്ച ആർട്ടിസ്റ്റിന്. ഗംഭീരമായിട്ടുണ്ട്. നമ്മുടെ ആൻഡോ ചേട്ടനും ഒപ്പം സാല അബ്ദുള്ള മുഹമ്മദ് അൽ സുലൈത്തി സാറും ചേർന്നിരിക്കുന്ന മനോഹരമായ ഒരു പിക്ചർ. This shows the strongest bond between both of them. Yes. Mr. Ando Rocho and Mr. Saleh Abdullah Sulaiti. Yes. So next birthday wish നൽകുന്നതിനായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ സാല അബ്ദുള്ള മുഹമ്മദ് അൽ സുലൈത്തി സാർ. നല്ലൊരു കൈയ്യടി കൊടുത്ത ക്ലാപ്പ് പ്ലീസ്. Assalamu alaikum. Ando is like my brother. He joined with me more than 29 years. He's a very good man. I like it. And I wish good life with his family in future, inshallah, is very soon. Thank you. Thanks a lot, Mr. Saleh Abdullah Sulaiti. Thanks for your wishes and thanks for your love towards Mr. Anto. ഏവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. പ്ലീസ് ഒരിക്കൽ കൂടി ഈ ഒരു സദസ്സിൽ എത്തിച്ചേർന്ന ഏവരെയും ഒരുപാട് നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഒരു ഗാനത്തിലേക്ക്, ഒരു സോങ്ങിലേക്ക് പോവുകയാണ്. അടുത്ത സോങ് ഇവിടെ വരാനായിട്ട് പോകുന്നു. എല്ലാ സംഗീത ആസ്വാദകരെയും അടുത്ത ഒരു സോങ്ങിനായി നമ്മൾ ഇവിടെ സ്വാഗതം ചെയ്യുകയാണ്.
تملي معاك بالأوهام بعد أمني في قلبي هواك تملي معاك تملي بقلب في قلبي ولا بنساك تملي وحشني لو هدى أطول وياك تملي معاك بالأوهام بعد عني بقلبي هواك تملي معاك تملي بقلب في قلبي ولا بنساك تملي وحشني لو هدى أطول وياك تملي حبيبي بشتاق لك تملي علي من باقي ولو حواليا كل الكون قولي يا حبيبي بختار لك تملي حبيبي بشتاق لك تملي علي من باقي ولو حواليا كل الكون قولي يا حبيبي بختار لك تملي معاك معاك قلبي معاك روحي يا أهل حبيب يا أهل حبيب ومهما كنت ادعمني لقلبي عريب يوم بالغير والحاضر يا أهل نسيب تملي معاك معاك قلبي معاك روحي يا أهل حبيب يا أهل حبيب ومهما كنت ادعمني لقلبي عريب يوم للغير والحادي يا أهل نسيم تملي حبيبي بشتاق لك تملي علي من باقي لك ولو حوالي كل الكون قولي يا حبيبي بختار لك सवारा है जिस्मों में अपना उतारा है मेरी ये आंखें जिधर देखे तेरा ही चेहरा नजारा है वो में बच के सवारा है जिस्मों में अपने उतारा है मेरी ये आंखें जिधर देखे तेरा ही चेहरा नजारा है ഓക്കെ സോ നമ്മളെ ഗെയിമിലേക്ക് പോവാണ്. ആദ്യത്തെ ഒരു ഗെയിം ഇവിടെ ആരംഭിക്കാൻ പോകുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. ദാ ഒരു ആദ്യത്തെ സമ്മാനം ആരാണ് കൊണ്ടുപോകുന്നത് എന്നറിയാനുള്ള സമയം. നമ്മളുടെ ഇന്നത്തെ ബർത്ത്ഡേ ബോയുടെ പേരെന്താ? ഉറക്കെ പറ. ആൻഡോ. നമ്മുടെ ആൻഡോ ചേട്ടൻ. ആൻഡോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആൻഡോ എന്ന പേര് ഈ ഹോളിൽ മൊത്തം അങ്ങ് മുഴങ്ങാൻ പോവുകയാണ്. ഒറ്റ ശ്വാസത്തിൽ ഏറ്റവും കൂടുതൽ സെക്കൻഡ്സ് ആൻഡോ എന്ന പേര് പറയുന്ന ആൾക്കാണ് സമ്മാനം. ഫോർ എക്സാമ്പിൾ ആൻഡോ അങ്ങോട്ട് പോണം, ഇന്ത്യ വരെ പോകുന്ന പോലെ. സോ ഹൂ ഇസ് ദ ഫസ്റ്റ് മാൻ? ആരാണ് വരുന്നത്? ആദ്യത്തെ സമ്മാനം ആര് കൊണ്ടുപോകും? കമോൺ, ഒറ്റ ശ്വാസത്തിൽ. ഓക്കെ മോളെ, റെഡി? ഞാൻ ടൈം നോക്കും. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഒരു കൈയടി കൊടുക്കാം. തകർത്തു. 10 സെക്കൻഡ് 10 സെക്കൻഡ് സീന ചേച്ചി, 10 സെക്കൻഡ്. നെക്സ്റ്റ് അവിടെ നെക്സ്റ്റ്. ഓക്കെ റെഡി? വെയിറ്റ്. ഓക്കെ റെഡി? 1 2 3 സ്റ്റാർട്ട്. ആൻഡോ അയ്യോ 9 സെക്കൻഡ്. 9 ആയിട്ടില്ല.
ഇവിടെ ക്യാമറ രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ തമ്മിൽ മത്സരാണ്. ആ ഇപ്പൊ ഇത് സമ്മാനം ആൺകിടാങ്ങള്. അല്ല അതല്ല, ഇത്രയും നേരം ചോദിച്ചപ്പോ പുള്ളി മൈൻഡ് ചെയ്തത് സമ്മാനം കാണിച്ചപ്പോ ഇങ്ങടുത്താ. ഓക്കെ റെഡി, മത്സരിക്കാം. ആ പേരൊന്ന് പറഞ്ഞ മീശയൊക്കെ പിരിച്ച്. ഷിജിൽ പുലിമുരുകനാണോ? അല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ക്യാമറ മുരുകനാണ് നമ്മുടെ. റെഡി ആണല്ലോ? റെഡി, 1 2 3 സ്റ്റാർട്ട്. ആൻഡോ പതിനൊന്ന് സെക്കൻഡ്സ്. യെസ്, 11 സെക്കൻഡ്സ്. ഇതിനെ വെല്ലാൻ ആരെങ്കിലും ഉണ്ടോ? പിന്നെ ഒറ്റ പ്രശ്നമുള്ളൂ. നമ്മളിങ്ങനെ ഓരോരുത്തരെ കൊണ്ട് ആൻഡോ എന്ന് വിളിക്കുമ്പോ അവിടുന്ന് ആൻഡോ ചേട്ടൻ എന്തോ എന്ന് പറയുന്നു, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? എനിബഡി? ആൻഡോ പുതിയ റെക്കോർഡ് 12 സെക്കൻഡ്സ്. ഓക്കെ, നെക്സ്റ്റ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ആൻഡോ റോച്ച 14 seconds, 14 seconds. He's the hero. So ഇതിനെ ബ്രേക്ക് ചെയ്യാൻ anybody is there? മിസ്റ്റർ പ്രവീൺ. ലേഡീസിന്റെ സൈഡിൽ നിന്ന് ആരുമില്ലേ? ഒന്ന് ചോദിച്ചേ. അതെ, നാണക്കേട്, അയ്യയ്യേ. നാണക്കേട്. അയ്യേ, Okay. ഷെയിം ഫോർ. 14 സെക്കൻഡ് ആണ്, ബ്രേക്ക് ചെയ്യണം. ഓക്കെ, റെഡിയാണോ? ശ്വാസമൊക്കെ എടുത്തോ. 15ലേക്ക് വന്ന സമ്മാനം തരാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ആൻഡോ ആൻഡോ ചേട്ടനോട് ഇത്രമാത്രം സ്നേഹോ. 21 സെക്കൻഡ്സ്. ആൻഡ് ടുഡേയ്സ് റെക്കോർഡ് 21 സെക്കൻഡ്സ്. ഇതിനെ വെല്ലാൻ ആരെങ്കിലും ഉണ്ടോ? എനിബഡി? ലേഡീസ് Ladies and gentlemen. ഷെയിം ഫോർ യു. ചേച്ചി പറയോ? ചേച്ചി ഒന്ന് എന്തായാലും ആൻഡോ ചായ എന്നൊക്കെ വിളിക്കുന്നല്ലേ? അതെ, അപ്പൊ അതെ, ഒരു chance, ആൻഡോ ചായ ഒരു chance. അല്ലേ, രസമായിരിക്കും. ഒരു ചാൻസ്, ഒരു ചാൻസ് ചുമ്മാ ട്രൈ ചെയ്യ്. കമോൺ, മൈക്ക് ഇവിടെ എത്തി. ശ്വാസം കിട്ടില്ലെങ്കിൽ കിട്ടുന്നത് 2 സെക്കൻഡ് ആണെന്ന് വിളിച്ചോ. ഇപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ പേരൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ നാലാളുടെ മുന്നിൽ. തൊട്ടക്കടി ഇങ്ങനെ വിളിക്കുന്നേ ഇപ്പോഴേ പറ്റുള്ളൂട്ടാ. ഇപ്പോഴേ പറ്റുള്ളൂ. ജസ്റ്റ് എന്നാ ആൻഡോ ചായ എന്ന് മാത്രം വിളിക്കും. എന്തായാലും വന്ന് ഒന്ന് അന്ന് ഓർക്കെ വിളി. ഈ പേരല്ല വിളിക്കാറ് കേട്ടോ ചേച്ചി. അപ്പൊ വേറൊരു പേര് വിളിക്കാൻ പോവാണ്, ശ്രദ്ധിച്ചോ. റോബൻ. റോബേട്ടാ. ഓക്കെ, താങ്ക് യു. ഇനി ആരെങ്കിലും ഉണ്ടോ? സമ്മാനം കൊടുത്തോട്ടെ. 21 സെക്കൻഡ്സ് കഴിഞ്ഞു. ഈ വെല്ലുവിളി നേരിടാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് സമ്മാനം നേടാനുള്ള അവസാന ചാൻസ്. ഫസ്റ്റ് കോൾ 21 സെക്കൻഡ്സ്. ഫസ്റ്റ് കോൾ 21 സെക്കൻഡ്. സെക്കൻഡ് കോൾ ആൻഡ് 21 സെക്കൻഡ്. ഫൈനൽ കോൾ പ്ലീസ്. ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ പേര്. ആൻഡോ ചേട്ടാ, ഈ ഗിഫ്റ്റ് ഒന്ന് കൊടുക്കാം. കാരണം ആൻഡോ എന്ന പേര് 21 സെക്കൻഡ്സ് ഒറ്റ ശ്വാസത്തിൽ പാവും. പേര് ഷംഷീർ. മിസ്റ്റർ ഷംഷീർ is the winner. Yes, നല്ലൊരു കൈയടി കൊടുക്കാം നമുക്ക്. ആദ്യ സമ്മാനം മിസ്റ്റർ ഷംഷീർ അടിച്ചു മാറ്റിയിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ് മിസ്റ്റർ ഷംഷീർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആൻഡോ ചേട്ടാ. ഇനിയും സമ്മാനങ്ങൾ ഒരുപാടുണ്ട്, തീർന്നിട്ടില്ല. ഇനി അടുത്തത് ഒരു ട്രാക്കിലേക്ക് നമ്മൾ പോവുകയാണ്, ഒരു പാട്ടിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ഗാനം ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ ആരാണത്? खुदा से आज मेरी कभी ये रात न गुजरे, मोहब्बत का हर एक लम्हा, मोहब्बत का हर एक लम्हा तेरी बाहों में अब गुजरे.
जवानी का तू होठों से पिला दे, होठों से पिला दे। रंग भरी महफिल में तू गुल नया खिला दे, गुल नया खिला दे। ये अदा ये कमाल है, ये उन बेमिसाल है, ये समा सुहाना ओ अरमा मिताना। हम नहीं अनजाने माने या न माने हम तेरे मस्ताने, तो बड़ी माशा अल्लाह का है अब्दुल्ला। तेरा जलवा सुभान अल्लाह, कभी शबनम कभी शोला। मैं मजनू तो है मेरी लैला, मेरे दिल का प्यारा नजराना। പെണ്ണെ മുക്കത്തെ മണ്ണിലായി പിറന്ന പെണ്ണെ, എന്നിലെ റൂഹിലെ പകുതിയല്ലേ, എന്നിലെ നൂറായി നീ നിറഞ്ഞതല്ലേ, എന്നിലെ വെളിച്ചവും നീയേ, മുത്താനി മിന്നണ മാലയല്ലേ, എന്നിലെ ഇഷ്ടിന്റെ നൂറേ, ആരും കാണാവോളിയും നീയേ, എൻ്റെ കിതാബിലെ പെണ്ണേ, എൻ്റെ കിതാബിലെ പെണ്ണേ. हमदम भी है तू साथ है तो जिंदगी, तू जो कभी दूर रहे, ये हमसे हो जाए अजनबी। तुझसे मोहब्बत करते हैं जो, तुझसे मोहब्बत करते हैं जो, कैसे करे हम उसको बयां, बातें ये कभी ना तू भूलना, कोई तेरे खातिर है जी रहा, जाए तू कहीं भी तू सोचना, कोई तेरे खातिर है जी रहा। கண்ணோடு கண்கள் என்றும் கற்பூர தீனமே, கை பேசும் போதும் பாசம் மின்சாரமே, உல்லாச வேற மேலே ஓரங்க நாடகம், இன்பங்கள் பேசும் மாதை என் தாயகம், இங்கிங்கு மூஞ்சலாடும் நான் போகிறேன், அங்கெங்கே ஆசை தீய நான் வேகிறேன், ஒன்றாக மோகனம் என்றாக காதலம், செந்தாமரை செந்தே மொழி என் சாவி நீயே, ராஜராஜ சோழன் நான், என யாரும் காதல் தேசம் நீதா, பூமி
आ गई। हर रामत हाय कैसे चक्कर में पड़ गए हाय 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 कह जान साए मत सोले पर चढ़ गए हाय हाय कैसा सीता सदा मैं कैसा भूला वाला हरे कैसा सीता सदा मैं कैसा भूला वाला जाने सोन हडी में पड़ गए पाडिल से डाला मिट्टी चोरी से हुआ हला चोरा तंगा किनारे वाला चोरा तंगा किनारे वाला हो खाई के पहन बनारस वाला ओल जाए बंदिया खल का ताला लैला ओ लैला लैला ऐसी तू लैला हर कोई चाहे मुझसे मिलना अकेला मोहब्बत का जिसको तेरी खाना आया उसी जिंदगी का असली खाना आया राहे वफा में जाकर जो खेला उसके लिए है ये हसीनों का मेला लैला लैला ऐसी हो लैला हर कोई चाहे मुझसे मिलना अकेला लैला लैला ऐसी हो लैला हर कोई चाहे मुझसे मिलना अकेला लैला ओ लैला लैला ऐसी तू लैला हर कोई चाहे मुझसे मिलना अकेला ആദ്യം ഒരു ഗെയിം ഇപ്പോൾ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഗെയിമാണ്. അപ്പോൾ ഈ ഒരു വേദിയിലേക്ക് കപ്പിൾസിനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ഇവിടെ വന്നിരിക്കുന്ന കപ്പിൾസിനെ സ്വാഗതം ചെയ്യുന്നു. ചങ്കൂറ്റത്തോടെ ആരാ വരുന്നേ? പരസ്പരം നോക്കുകയാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പ്ലീസ് കം ഫോർവേഡ്. എല്ലാവരും തയ്യാറായിരിക്കണം, എല്ലാ കപ്പിളും തയ്യാറായിരിക്കണം. ചെറിയൊരു കുഞ്ഞു ഗെയിം. യുവ മിഥുനങ്ങൾ പോലെ ഇങ്ങനെ ഇരിക്കല്ലേ? പോലെയല്ല അല്ലേ? അങ്ങനെ തന്നെയാണ്. വരൂ വരൂ. എവിടെ നെക്സ്റ്റ്? അനീഷ് വരൂ വരൂ. അനീഷ് ആൻഡ് ഫാമിലി എവിടെ? മിസ്റ്റർ ആൻഡ് മിസ്സിസ് അനീഷ് വരൂ രണ്ടുപേരും ഈ വേദിയിലേക്ക്. മിസ്റ്റർ വാസുദേവ് ആൻഡ് ഫാമിലി, യെസ് പ്ലീസ്. അദ്ദേഹം മിസ്റ്റർ റോയ് ആൻഡ് മിസ്സിസ് റോയ്. ഓക്കെ. ഇപ്പോ നമ്മൾ പേര് വിളിച്ചവരൊക്കെ വേഗം വാ പോരെ പോരെ പ്ലീസ് പ്ലീസ്. നല്ല നല്ല കമോൺ ചേച്ചി, സമ്മാനങ്ങളൊന്നും ഇങ്ങട് വാ. മിസ്സാക്കല്ലേ. ഇന്നത്തെ ദിവസമല്ലേ ഇത്, ഇത്രയും പേരല്ലേ ഉള്ളൂ. വാ കമോൺ. ഇനിയുണ്ട് ഒരു ടീമിനെ കൂടി വിളിച്ചിരുന്നു. ഇപ്പൊ രണ്ടായി. എവിടെ?
ആളില്ലേ? ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? കപ്പിൾ Mr. Anish and Mr. ഭാര്യയായിട്ട് വന്നിട്ടുള്ളവര് ഇന്നെങ്കിലും ഒന്ന് കൈപോക്ക്, ഭാര്യ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. സാധാരണ പറയുമല്ലോ അങ്ങനെ. ഇല്ല, റിങ്. കമോൺ. ഇപ്പോ 2 കപ്പിളേ ആയിട്ടുള്ളൂ. നമുക്ക് ഒരാളും കൂടി വേണം. ഒരു കപ്പിളിനെ കൂടെ ഒപ്പിച്ച് ആരെങ്കിലും, എന്നാലേ മത്സരം രസമാവുള്ളൂ. എവിടെ? Where is Mr. Anto? വാ ഇങ്ങട്. കം പ്ലീസ്. ഒരു രസമല്ലേ ഇതൊക്കെ? ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ? വരൂ, ഒരു ഫൺ, ജസ്റ്റ് ഫോർ എ ഫൺ. കമോൺ. Mr. and Mrs. Srini. Mr. and Mrs. Srini. എവിടെ? ഒരാളെ വന്നുള്ളൂ. ഒരട്ടെ. വളരെ സിമ്പിൾ ഗെയിമാണ്. വളരെ വളരെ സിമ്പിൾ ഗെയിമാണ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഓക്കെ. അപ്പോ ഇവിടെ നിൽക്കുന്ന 3 ഭർത്താക്കന്മാരുണ്ട്. അവരെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ടിഷ്യൂ ഒന്ന് കയ്യിൽ ഇങ്ങനെ ചുറ്റി പിടിക്കും. യെസ്, കയ്യിൽ അതെ ഒന്ന് ചുറ്റി പിടിച്ചു. ശരിക്കും ചുറ്റി പിടിച്ചോളൂ. വലുതാക്കിയിട്ടൊന്ന് ചുറ്റി ഫുൾ പിടിക്കണം. കവർ ചെയ്തോളൂ. കൈ ഇങ്ങനെ ചുറ്റി കവർ ചെയ്തിട്ട്. ചുറ്റി പിടിച്ചോ ഒരെണ്ണം. യെസ്, ഒരെണ്ണം മതി. ഇങ്ങനെ പിടിച്ചോളൂ. ഓക്കെ, ജസ്റ്റ് പിടിച്ചോട്ടോ. നിങ്ങൾക്ക് ഏത് കൈയാണോ കംഫർട്ടബിൾ ആ കയ്യിൽ ചുറ്റിക്കോളൂ, കുഴപ്പമില്ല. വിട്ടുപോരുത്. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നിൽക്കുക. പിടിച്ചോ. കൈ ഉണ്ട്. യെസ്, സിമ്പിൾ. ഇതുപോലെ ചേട്ടാ, ഇതുപോലെ. ഇതുപോലെ. ബാക്കി ടിഷ്യൂ തരാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ്. ഓക്കെ, ഒന്ന് കയറി നിൽക്കും. കുറച്ച് കയറിക്കൂ. ആദ്യം ഏത് കപ്പിളാ? ഓക്കെ, ഇനി നമ്മൾ എല്ലാവരും ഒരുമിച്ച് ആയിക്കോട്ടെ അല്ലേ? ഇനി നമ്മുടെ കോntest പറയാൻ പോവുകയാണ്. എല്ലാവരും ഭയങ്കര എന്താ തരാൻ പോവുക, ദൈവമേ പണിയായോ കയറി വന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സിമ്പിൾ. നമ്മുടെ ഇത്രേ ഉള്ളൂ സുരാജ്. ഇനി ഉണ്ടോ ആരെങ്കിലും? ഇനി 3 കപ്പിളേ ഉള്ളൂ. വരുന്നില്ല. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ലാസ്റ്റ് ചാൻസ്. നിങ്ങളുടെ സമ്മാനം അതങ്ങ് നടത്താന്നുള്ളതാണ്. അപ്പോ അക്ഷമരായിരിക്കാണ് കാണികൾ. ഓക്കെ, റെഡിയാണ്. അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട ആയുധം എടുത്തോ. റെഡിയാണ്. ഇതെന്താണെന്നറിയോ? ഇല്ല, ഇതൊരു ലിപ്സ്റ്റിക് ആണ്. ഇതെന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഭാര്യമാരുടെ കൈകളിൽ നമ്മളൊന്ന് പുരട്ടി കൊടുക്കും. 15 സെക്കൻഡ് സമയം. കയ്യിൽ എത്ര ഉമ്മ കൊടുക്കും നമുക്ക് നോക്കാം. സ്നേഹ സമ്മാനമാണ്. വളരെ സിമ്പിൾ. നിങ്ങളൊന്നും ചെയ്യേണ്ട, കൈ പിടിച്ചു കൊടുത്താൽ മാത്രം മതി. എത്ര ഉമ്മ, എത്ര കിസ്സസ് സ്വന്തം ഹസ്ബൻഡിന്റെ കൈകളിൽ വെച്ചിരിക്കുന്ന ടിഷ്യൂല് കൊടുക്കുക എന്നുള്ളതാണ്. ഷർട്ടിൽ ഉമ്മ വെക്കരുത്. ഓക്കെ, അപ്പൊ ഹാൻഡിൽ ചെയ്തോ. പിടിച്ചോ. അപ്പൊ ഞങ്ങളത് എണ്ണും. ഓക്കെ, എല്ലാവരും ജസ്റ്റ് ഒന്ന് ചുണ്ടിലോട്ട് പിടിക്കുക. ഓക്കെ, യെസ് പ്ലീസ്. കം ഓൺ. അടിപൊളി, സൂപ്പർ. ഒരു നല്ല കൈയടി ആൻഡോ ചേട്ടൻ. ഇതുപോലെ പിടിക്കണം. ആൻഡോ ചേട്ടാ, ഇത്രയുള്ള സംഭവം ജസ്റ്റ് അതുപോലെ പിടിക്കുക. ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ സദസ്സിന് അങ്ങോട്ട് നിൽക്കുക. അവരെല്ലാവരും കണ്ടോണ്ടിരിക്കുകയാണ്. ഒന്ന് 2 പേര് കയറിക്ക്. ചേട്ടാ ഇവിടെ നിൽക്ക് പ്ലീസ്. കുറച്ച് ഇങ്ങോട്ട് സ്പേസ് കൊടുക്കൂ, എന്നാലേ നമുക്ക് കാണാൻ പറ്റൂ. ഓക്കെ, ലിപ്സ്റ്റിക് മാക്സിമം എടുത്തോ. ഞാൻ പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സമയം നോക്കുന്നുണ്ട്. ചുണ്ടിലേക്ക് അത് പുരട്ടുക, നേരെ കൊടുക്കുക. വളരെ സിമ്പിൾ ഗെയിം. റെഡി? ഏറ്റവും കൂടുതൽ ഞങ്ങൾ എണ്ണും. ആ പേപ്പർ കളയരുത് പ്ലീസ്. ഞങ്ങൾ എണ്ണും. സമ്മാനം ആർക്കാണെന്നുള്ളത് പറയാം. അപ്പൊ 4 ഫാമിലീസ് ഇവിടെ റെഡി ആയി നിൽക്കുന്നു. ആദ്യം തന്നെ അവർക്ക് ഒരു നല്ല കയ്യടി. എവിടെ? ഓക്കെ, റെഡി? പിടിച്ചോളൂ. ആൻഡോ ചേട്ടൻ 2 ടിഷ്യൂ ഒക്കെ എടുക്കുന്നുണ്ട്. 15 സെക്കൻഡ് സമയമുള്ളൂ കേട്ടോ. ഞാനിവിടെ പറയാൻ പോവാട്ടോ. അടിപൊളി. ഷർട്ടിലാക്കരുത്. അത് നിങ്ങളൊരു ഉത്തരവാദികളാണ്. മതിയോ? ശരിക്കും എടുത്തോട്ടോ, സമ്മാനം വേണമെങ്കിൽ. ഓക്കെ, റെഡിയാണെന്നുണ്ടെങ്കിൽ തേച്ചോളൂ. നമുക്ക് കളയാലോ. ഓക്കെ, റെഡിയാണോ? ഞാൻ പറയാൻ പോണു. എക്സ്ക്യൂസ് മീ, മാറിക്കൊടുക്ക്. ഓഡിയൻസ് ശ്രദ്ധിക്കുക. ഇവര് സ്വന്തം ഭർത്താവിന്റെ കയ്യിൽ 15 സെക്കൻഡ് കൊണ്ട് എത്ര ഉമ്മകൾ കൊണ്ട് താജ്മഹൽ തീർക്കുമെന്ന് നമുക്ക് നോക്കാം. ആ സ്നേഹ സമ്മാനം ആരാണെന്നുള്ളത്. ആൻഡോ ചേട്ടൻ വെക്കരുതട്ടാ, തിരിച്ചാണ്. ഓക്കെ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് വീടല്ല. ഓക്കെ, റെഡി? 1, ഞാൻ പറയാൻ പോണു. 2, 3,
സ്റ്റാർട്ട് കമാൺ മാക്സിമം 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 എത്ര- 5 സെക്കൻഡ് ആയിട്ടുള്ളൂ. ആരാണോ കൂടുതൽ എണ്ണം? ആരാണോ കൂടുതൽ? ആ റെഡി. എന്താ നിർത്തല്ലേ, സമയം കഴിയാൻ പോണു. 1 2 3 സ്റ്റാർട്ട്. മതി 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 മതി. ആ ടിഷ്യൂ കൊണ്ടത് ഓരോരുത്തർ പ്ലീസ് പ്ലീസ് പ്ലീസ്. എത്രയാ എത്ര കൗണ്ട് ചെയ് പിടിക്ക് നമ്മൾ കൗണ്ട് ചെയ്യാം. 1 ആ പാട് നോക്കിയാ മതി. 1 2 3 4 5 6 7 8 9 10 11 11 ഉമ്മകൾ കൊടുത്തിരിക്കുകയാണ്. 11. അപ്പോ ഇനി അടുത്തയിലേക്ക് പോവാം. നല്ലൊരു കൈഡി മിസ്റ്റർ ബാബു ആൻഡ് മിസ്സിസ് ബാബുവിന് നല്ലൊരു കൈഡി. 11 1 2 3 4 5 6 7 8 9 10 11 ഒപ്പത്തിനൊപ്പം മിസ്റ്റർ അനീഷ് ആൻഡ് മിസ്സിസ് അനീഷ്. ആനോ ചേട്ടന്റെ കേട്ടോ, ഇത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആനോ ചേട്ടന്റെയാണ്. 1 2 3 4 5 6 7 8 എട്ടുള്ളൂ. കറക്റ്റ് ആണ്. 8 5 6 അല്ല ചെറുത്. ഓക്കെ, അപ്പോ ആൻഡോ ചേട്ടൻ 50ാമത്തെ വർഷത്തെ ജന്മദിനമാണ്. അതുകൊണ്ട് 8 എണ്ണം ആയുള്ളൂ. കുഴപ്പമില്ല, പ്രായം കഴിഞ്ഞുകൊണ്ടാണ്. ഓക്കെ, അവിടെ എത്ര എണ്ണമായിരുന്നു പ്ലീസ്? റോയ് എത്രയാണ് റോയിന് കിട്ടിയെന്ന് നോക്കാം. എന്താ എണ്ണണോ ഞാൻ? 1 2 3 4 5 6 7 8 9 റോയ്. അപ്പോ ഇന്ന് 2 സമ്മാനങ്ങളാണ് ഈ കപ്പിൾ സമ്മാനമായി നേടാൻ പോകുന്നത്. 2 കുടുംബത്തിന് സമ്മാനം കൊടുക്കണം നമ്മള്. അപ്പോ ആദ്യത്തെ ഫാമിലിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് കൈയടിക്കുക. മിസ്റ്റർ ബാബു ആൻഡ് മിസ്സിസ് ബാബു. ആൻഡോ ചേട്ടാ ഒന്ന് കൊടുത്തേ. ആൻഡോ ചേട്ടനല്ലേ കൊടുക്കേണ്ട ആള്, ശരിക്കും കൊടുക്കൂ, കഷ്ടപ്പെട്ടതാണ്. ഒന്ന് കൈയടിക്കൂ. ഇപ്പോഴും പ്രേമം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന മിസ്റ്റർ ബാബു ആൻഡ് മിസ്സിസ് ബാബുവിന് നല്ലൊരു കൈയടി. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വാ, നിങ്ങളാണ് 2 പേര് ജയിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി ടിഷ്യൂസ് വാങ്ങിച്ചോട്ടോ. ചുണ്ടിലെ ആ ലിപ്സ്റ്റിക് ഒക്കെ തേച്ച് കളയാൻ ടിഷ്യൂസ് ഒരുപാടുണ്ട് ഇവിടെ. ഒരു സമ്മാനം കൊടുത്തോളൂ. ഓക്കെ അല്ലേ? ഏറ്റുവാങ്ങാൻ റെഡി? കൈയടിച്ചോ പ്ലീസ്. അടിപൊളി, താങ്ക് യു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കപ്പിളിലും ഇനിയും ഒരുപാട് വർഷം മുന്നോട്ട് പോകട്ടെ ഇതുപോലെ സ്നേഹ സമ്മാനമായി. താങ്ക് യു സോ മച്ച്. പ്ലീസ്. അപ്പോ ബാക്കി 2 കുടുംബത്തിനും വലിയ ഉപകാരം, സന്തോഷം. താങ്ക് യു. ആനോ ചേട്ടാ താങ്ക് യു. ഓക്കെ, ഇല്ല കുഴപ്പമില്ല. ഇനി ചിലപ്പോ അല്ല, ആൻഡോ ചേട്ടൻ പറയാണ് 51ാമത്തെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്, അന്ന് കാണിച്ചു തരാന്ന്. താങ്ക് യു. അപ്പോ ഇനി വീണ്ടും നമ്മൾ അടുത്തത് പാട്ടിലേക്ക് പോകുന്ന ഈ സമയമാണ്. സംഗീത സാന്ദ്രമാകാൻ പോകുന്ന ഈ സമയത്തിൽ അനുഗ്രഹീത ഗായകന്മാരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ക്യൂ റോക്കേഴ്സിന്റെ ഗായകരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ്. മഞ്ഞാടും മാമലത്താഴത്ത് നീയൊന്നു പാടടി പൂക്കുയിലേ. പൊന്മാനെ പൂന്തേനെ നീ മിന്നിത്തെന്നും മീനെ, കണ്ണാളെ പെണ്ണാളെ നീ സ്വപ്നം കണ്ടേ നിന്നെ. ഒരു വട്ടം മെയ്യിൽ തൊട്ടോട്ടെ, ഒരു കൂട്ടം കാതിൽ ചൊന്നോട്ടെ. മഴവില്ലിൽ ചന്തം ചോരും ചിരി കണ്ടാലാരും വീഴും ചിങ്കാര പൊന്നും തീടമ്പേ. വിടർന്ന കടമ്പേ ഇരുന്നു തീരമ്പേ ഉരുങ്ങു കരമ്പേ. പൊന്മാനെ പൂന്തേനെ നീ മിന്നിത്തെന്നും മീനെ, കണ്ണാളെ പെണ്ണാളെ നീ സ്വപ്നം കണ്ടേ നിന്നെ. ഒരു വട്ടം മെയ്യിൽ തൊട്ടോട്ടെ, ഒരു കൂട്ടം കാതിൽ ചൊന്നോട്ടെ. മഴ കണ്ടാലാരും ചോരും ചിരി കണ്ടാലാരും ചോരും ചിങ്കാര പൊന്നും തീടമ്പേ. വിടർന്ന കടമ്പേ കിലുങ്ങും ചീലമ്പേ ഉറുമ്പിൻ കരിമ്പേ.
जवान है दीवान हमको तुमसे प्यार के सियस्टलम जिंदगी न मिलेगी दोबारा हे जवान है दीवान हमको तुमसे प्यार के सियस्टलम जिंदगी न मिलेगी दोबारा जन्नत ये जाने ना दीवाने में दीवाना रब ने बना दी जोड़ी में तेरा हीरो जन्नत ये जाने ना दीवाने में दीवाना रब ने बना दी जोड़ी में तेरा हीरो कर ले प्यार कर ले दिस्त जब तक जे जान ABCD ABCD anybody can stand हो सजना हा सजना सू सजना सू सजी चिंगार पुन्न तीडंबे पीडन कड़ंबे ഇലിങ്ങു ചീലമ്പേ ഉറുമ്പിൻ കരിമ്പേ പാട്ടിനൊപ്പം വാ 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 കേറി വാ ഡാൻസ് പ്ലീസ് എല്ലാരും നല്ലൊരു കൈയടി अन्ने हुन्ने पाती कन्नलुन्ने पाती सोने बंदे वाटी के टोट सक पोची நீ ரொம்ப சிட்டி நீ பேச நேர கைட்டி அது நாளை டெய்லி நைட்டி நான் ஆசைப்பட்ட சச்சி காதில் வந்த மேடே டோண்டு ஃபீல் பேடே நான் பாரு என்ற ஹார்ட் அது 100% கோல்டி எதுக்கு பயம் காதலிச்சா கலந்து போயிடுமா கொழுந்து போன உனது மனம் கலந்து போயிடுமா இதயம் இங்கே துடிக்கிட்டு உனது முகம் மறையிட்டு சிங்காத பொண்ணும் திடம்பே பிடல கலம்பே கிளிங்கும் சீலம்பே குறும்பின் கரும்பே പൊന്മാനെ കോട്ടേനെ നീ തെന്നും മീനെ കണ്ണാളെ പെണ്ണാളെ ഞാൻ സ്വപ്നം കണ്ടേ നിന്നെ ഒരു വട്ടം മെയിൽ തൊട്ടോട്ടെ ഇല്ലെന്നോതല്ലേ ഒരു കൂട്ടം കാതിൽ ചൊന്നോട്ടെ മഴവില്ലിൻ ചന്തം ചേരും ചിരി കണ്ടാൽ ആരും വീഴും ചിങ്കാര പൊന്നു തിടമ്പേ വടന്ന കടമ്പേ ഇലിങ്ങും ചീലമ്പേ കുറുമ്പിൻ കരുമ്പേ അടിപൊളി. നമുക്കിങ്ങനെ പാട്ട് മാത്രം പോരാ അല്ലേ, ഡാൻസും വേണം. അപ്പൊ ഇനി അടുത്ത പാട്ടൊക്കെ വരുമ്പോ സ്റ്റേജിലേക്ക് വരിക എല്ലാവരും. Hi, Ando Cheda. Wish you a happy birthday to you. Who let the dogs out? 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 வாலிபத்தின் வன்மதன் லீலகளில் வந்தவன் ராத்திரியில் சந்திரன் ரசிகர்களில் இந்திரன் நான் ஆடும் ஆட்டம் பாருங்கள் பிகரேஜ் கூழுங்கள் நான் பாடு பாட்டை கேளுங்கள் கைத்தாளம் போடுங்கள் ஊர் போற்றவே பேர் வாங்குவே நான் தான் சக்கலக்கலா இளமை இதோ இதோ இனிமை இதோ இதோ காலச்சி தீச்சி பெண்கள் எல்லோருக்கு என் நீச்சு கண்கள் இளமை
நட போடுவேன் இக்கு துச்சே கேலியே ஏண்டி நீ பாக்கியே எனக்காக ஏற்றும் என்னம்மா அடத்தூரி கண்ணம்மா உனக்காக வாழும் நாவண்ணா ஐயாமண்ணா நாள்தோறும் நான் ஆள் மாறுவேன் நான் தான் சக்கரவக்கலா இளமை இதோ இதோ இனிமை இதோ இதோ காலேஜ் டீனேஜ் பெண் எல்லோர்க்கு என் நீதி கண் இளமை இதோ இதோ இனிமை இதோ இதோ ரபத்தி பரபத்தி பரிப்பப்பா ரீவரிப்பப்பா கம்பெடுத்து ஆடுவே கத்தி சண்டை போடுவே குத்துவதில் சூரன்னா குஸ்திகளில் வீரன்னா என யாரும் கேட்டாராகாது அதுதானே கூடாது என்னை வெல்ல யாரும் கிடையாது எதிர்க்கின்ற ஆளேது யார் காதிலும் பூத்தொற்றுவேன் நான் தான் சக்கரவக்கலா இளமை இதோ இதோ இனிமை இதோ இதோ காலேஜ் டீனேஜ் பெண்கள் எல்லோர்க்கு என் நீதி கண்கள் லல்லலா லல்லா come on everybody hey 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 rivera 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 ആരെങ്കിലും ഉണ്ടോ? ചേട്ടന്മാർക്ക് വരെ അവിടെ ഇരിക്കുന്ന മൂന്നാല് പേര് ദേ ഈ സമ്മാനം ചേട്ടന്മാര് ചേച്ചിമാരൊക്കെ പോരട്ടെ. ചുമ്മാ വാ, നാണിക്കണ്ട, വാന്നേ ഒരു ടീമായിട്ട് വാ ഇങ്ങട്. ഹൈ, ഞാൻ അവിടെ വന്ന് വിളിക്കണം എന്നൊക്കെയാണോ പറയുന്നേ? ഓ ഇങ്ങോട്ട് വരിക. ഏയ്, നിങ്ങക്ക് മൂന്നൂർക്ക് ഒരു ചെറിയ താല്പര്യമുണ്ട്, എനിക്കറിയാം. വാ, ഫേസ് കണ്ടറിയാം. കമോൺ, ജസ്റ്റ് ഒരു ഒറ്റ സോങ്, ഒരു ചുമ്മാ ഡാൻസ് ഒരുമിച്ച് പ്ലീസ്. വാ, ചേട്ടന് താല്പര്യമുണ്ട്. ഒരു ടീമായിട്ട് വരും ഇരിക്കുന്നതിൽ ആരെങ്കിലും ഒക്കെ? ആരുമില്ല? അയ്യ, മോശമാണ്ട. വാ 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 പ്ലീസ്. അടിപൊളി, വാ, സൂപ്പർ. അല്ലല്ല, പറ്റില്ല, കൈയടിക്കാൻ പറ്റില്ല, നിങ്ങൾ ഇനിയും വേണം. ആരാണ്? വാ വാ വാ, കമോൺ. 2 അടിപൊളി. ഇനി അടുത്തത് സുലൈത്തി കുടുംബാംഗങ്ങൾക്കും ഞങ്ങളിപ്പോൾ നന്ദി അർപ്പിക്കുകയാണ്. കാരണം ഒരുപാട് വർഷങ്ങളായി നിരന്തരം കൂടെയുള്ള അത്രയും നമ്മുടെ ഈ ഖത്തറിന് വേണ്ടി പ്രവർത്തിക്കുകയും ഒപ്പം തന്നെ അദ്ദേഹത്തിന് വേണ്ടി ശ്രീ ആൻഡോക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന സുലൈത്തി കുടുംബാംഗങ്ങളെ ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടിയും നല്ലൊരു കൈയടി എല്ലാവരും ചേർന്ന്. കൂടാതെ തന്നെ ഒരു സൗഹൃദത്തിന്റെ കഥ കൂടി എനിക്ക് പറയാനായിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഈ ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തിയ നമ്മുടെ തൃശ്ശൂർക്കാരനായിട്ടുള്ള ആൻഡോ റോച്ച ഇന്ന് അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാൻ ആയിരിക്കുകയാണ്. ഒപ്പം തന്നെ നിരവധി സൗഹൃദങ്ങളിലൂടെ അദ്ദേഹം കടന്നു വരുന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് 2 വ്യക്തിത്വങ്ങളെ എനിക്ക് പറയേണ്ടി വരും. കാരണം സ്നേഹം കൊണ്ട് മനസ്സിനെ കീഴടക്കി മുന്നേറുന്ന ആ 2 വ്യക്തികൾ 30 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോ ഈ നിമിഷം വരെ നീണ്ടു നിൽക്കുകയാണ്. ശ്രീ മൂസ ആൻ തമ്പാൻ, അവർക്ക് വേണ്ടിയും നല്ലൊരു കൈയടി. ഇപ്പോഴും ആ സ്നേഹവും ആ ഒരു കൂട്ടായ്മയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. അതിലൊരു മലയാളി ആയതിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്ന ഏവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നമുക്ക് ഒരുമിച്ച് നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് പറയാം, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മിസ്റ്റർ ആൻഡോ റോച്ച. Once again, happy birthday to Mr. Ando Rocha. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ നമ്മളൊരു എന്ത് പരിപാടിയിലാണെങ്കിലും ഏതൊരു മനുഷ്യനും ഏറ്റവും കൂടുതൽ റിലാക്സേഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് സംഗീതമാണ്. മ്യൂസിക്കിന്റെ ലോകത്തേക്ക്, സംഗീതത്തിന്റെ ലോകത്തേക്ക് നമ്മൾ യാത്രയാകുന്ന സമയം, ആ ഒരു സമയത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ക്യൂ റോക്കേഴ്സിന്റെ ടീം അംഗങ്ങളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഹംസ, മുത്തു, ഷാവിദ്,
അവരെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഒരു സോങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം ഈ ഒരു സോങ് എന്ന് പറയുമ്പോൾ തന്നെ ജാതി മത വർഗ ഭേദമന്യേ തന്നെ ഏവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന നമ്മുടെ എല്ലാം ഇവരുടെ എല്ലാം ആൻഡോ ചേട്ടന് വേണ്ടി ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഒരു മതമൈത്രി ഗാനമാണ് ആദ്യമായി ഈ വേദിയിലേക്ക് എത്തുന്നത്. ഈ കലാകാരന്മാർക്ക് ഒരു നല്ല കൈയടി കൊടുക്കാം. ഹലോ ഹലോ അച്ഛാ, പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ആൻഡോ ചേട്ടന് 1000 ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് നല്ലവരിൽ നല്ലവരായ നിങ്ങളുടെ കൈയടിച്ചുള്ള പ്രോത്സാഹനവും അതിലുപരി പ്രാർത്ഥനയും പ്രതീക്ഷിച്ചുകൊണ്ട് നല്ലൊരു കൈയടി. താങ്ക് യു. അതുമാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു മതമൈത്രി ഗാനത്തിലേക്ക്. ആയിരം കാത മകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ. ആയിരം കാത മകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ. ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഫാ മർവാ മലയുടെ ചോട്ടിൽ സാഫല്യം നേടിയോരെല്ലാം തണലായി തുണയായി സംസം കിണറിന്നും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം. കാലപ്പഴക്കത്താൽ മാറ്റാൻ കഴിയുമോ ബിലാലിൻ സുന്ദര ബാങ്കുലികൾ? ഖുർആന്റെ കുളിരിടും വാക്യങ്ങൾ എന്നോട് കരളിലെ കറകൾ കഴുകിടുന്നു. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി. നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി. നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. ഇരുൾ ജീവനെ പൊതിഞ്ഞു ചിതൽ പ്രാണനിൽ മെഞ്ഞു കിതയ്ക്കുന്നു നീ ശ്വാസമേ. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി. നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാണ്.
അഴലിൻ്റെ ആഴങ്ങളിൽ ആഴ്മാഞ്ഞു പോയി. നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. പണ്ടെൻ്റെ ഈണം നീ മൗനങ്ങളിൽ പതറുന്ന രാഗം നീ എരിവേനലിൽ അത്തറായി നീ പെയ്യും നാൾ ദൂരയായി നിലവിട്ട കാറ്റായി ഞാൻ മരുഭൂമി പൊൻകൊലുസു കൊഞ്ചുമാ നിമിഷങ്ങളിൽ ഉള്ളിൽ കിലുങ്ങിടാതെ വരാതെ നീ എങ്ങോ പോയി. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി. നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. ഇരുൾ ജീവനെ പൊതിഞ്ഞു ചിതൽ പ്രാണനിൽ മെഞ്ഞു കിതയ്ക്കുന്നു നീ ശ്വാസം. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി. നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. സോ ഇനി നമ്മൾ പോകുന്നത് ആരാണ് ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്നുള്ള ആ ഒരു ചടങ്ങിലേക്കാണ്. മൈക്രോവേവ് ഓവൻ അല്ലേ, അത് ആർക്കാണ് കിട്ടാൻ പോകുന്നത്? ഇവിടെ ഒരു ഫംഗ്ഷന് വന്നിട്ട് ഒരു ഓട്ടോ വിളിച്ച് കൊണ്ടുപോകേണ്ട അവസ്ഥ ആരാണ്? നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയും, ഇവിടെ കാറിൽ കൊണ്ടുപോകേണ്ട ആരാണ്? അപ്പൊ എന്തായാലും ആൻഡോ ചേട്ടാ പ്ലീസ് കം ഫോർവേഡ്. ആൻഡോ ചേട്ടനാണ് ഇത് നറുക്കെടുക്കേണ്ടത്. ഇത് നറുക്കെടുക്കുന്നതിന് മുൻപ് തന്നെ മറ്റൊരു കാര്യം കൂടി പറയുകയാണ് കേട്ടോ. കാരണം നമ്മുടെ മലയാള സിനിമാ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 100 കോടി കീഴടക്കിയ പുലിമുരുകൻ മുതൽ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൃശ്യം ഉൾപ്പെടെ ഒരുപാട് സിനിമകൾ, 2 കൺട്രീസ് ഉൾപ്പെടെ. പണ്ടത്തെ ചിത്രം എന്ന സിനിമ 200 ദിവസം തുടർച്ചയായി തിയേറ്ററിൽ ഓടിയതാണ്. അതുപോലെ തന്നെ അങ്ങനെ ഒരു ചരിത്രമുള്ള മലയാള സിനിമയിലേക്ക് വലതുകാല വെച്ചുകൊണ്ട് ഒരു വ്യക്തി അങ്ങ് ഇറങ്ങാൻ പോവുകയാണ്. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട സംവിധായകനായിട്ടുള്ള കമൽ. സെല്ലുലോയിഡ് എന്ന സിനിമയിലൂടെ, ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന സിനിമയിലൂടെ, അഴകിയ രാവണിലൂടെയൊക്കെ നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ച കമൽ സാർ സംവിധാനം ചെയ്യുന്ന, മഞ്ജു വാര്യർ നായികയാകുന്ന ഏറ്റവും പുതിയ ചിത്രം ആമി. ആമി എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ആൻഡോ ചേട്ടനാണ്. ഒരു നല്ല കയ്യടി. കാരണം നാളെ ഒരു ചരിത്രമാകാൻ പോകുന്ന മലയാള സിനിമയുടെ അമരത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത്. വളരെ സിമ്പിളായിട്ട് എന്തുട്ടകടി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്ന ഒരു നിമിഷം. ഒരിക്കൽ കൂടി ആ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ആമി ആകാൻ അല്ലെങ്കിൽ മഞ്ജു വാര്യർ എന്ന് പറയുന്ന ലേഡി സൂപ്പർ സ്റ്റാർ റെഡി ആയി കഴിഞ്ഞു. തിയേറ്ററുകളിൽ എത്തുമ്പോൾ ഇനിയിപ്പോൾ ആൻഡോ ചേട്ടൻ വിചാരിച്ചാൽ മഞ്ജു വാര്യർ ഖത്തറിലും എത്തും. അങ്ങനെ വിചാരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം ഖത്തറിലെ മലയാളികൾക്കും ഈ ലേഡി സൂപ്പർ സ്റ്റാറിനെ കാണാൻ ഒരുപാട് താല്പര്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇനിയും എത്രയോ അതെ സിനിമകൾ നിർമ്മിക്കാനിരിക്കുന്നു. ഇനി കിടക്കുകയാണ് അങ്ങോട്ട്. നമ്മളെയൊക്കെ പരിഗണിച്ചാൽ മതിയായിരുന്നു. ഈ മുഖമൊക്കെ മറക്കരുത് കേട്ടോ. സെൽഫി ഒക്കെ എടുത്ത് വെച്ചോട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് അപ്പൊ നമ്മൾ എടുക്കാൻ പോവാണ്ടോ, മൈക്രോവേവ് ഓവൻ എടുക്കാൻ പോകുന്നു. ആൻഡോ ചേട്ടാ ശരിക്ക് കലക്കി അങ്ങ് എടുത്തോ. ആ കലക്കി, വലത്തെ കൈ ആ കലക്കി എടുത്തോ ശരിക്കും. യെസ്, അത് പിടിച്ചോ. ആരാണെന്ന് ആൻഡോ ചേട്ടാ ഒന്ന് അനൗൺസ് ചെയ്യൂ. ടോക്കൺ നമ്പർ 99. എല്ലാവരും ചെക്ക് ചെയ്തോളൂ. ചെക്ക് ചെയ്യൂ.
99. ആരാണ് ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി? ഇതൊന്ന് പിടിക്കോ, ഞാനും ചെക്ക് ചെയ്യട്ടെ. ഒരെണ്ണം തന്നിട്ടുണ്ട്. എന്റെ അല്ല. ഇതൊന്ന് പിടിച്ചേ, ചെറിയൊരു ഭാഗ്യം അടിച്ചാല. ഞാൻ ഓടിപ്പോയ എന്റെ നമ്പർ നോക്കി, എന്റെ അല്ല. 99 99. ഒരു 9 ഉണ്ട്, 2 9 ഇല്ല. 99 അടിച്ചില്ല മോനെ. അടിച്ചില്ല മോനെ. എവിടെ 99? ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ഉള്ളവർക്ക് കൊടുക്കുള്ളൂ, ഇവിടെ ഉള്ളവർക്ക് കൊടുക്കുള്ളൂ ഇല്ലേ? ആരോ ഭാഗ്യം നഷ്ടപ്പെട്ടു. അടുത്തത് നെക്സ്റ്റ് ഒരു തവണ കൂടി എടുക്കുകയാണ്. മൈക്രോവേവ് ഓവൻ ആർക്കാണ് നോക്കാം. 59 എടുത്താ ഞാൻ പകുതി തരാം. എന്റെ നമ്പർ 35 35. Anybody is there? 35. Anybody is there? 35. Yes, he is the man. Here is the luckiest man of the day. ഇപ്പൊ മനസ്സിലായില്ലേ നിക്കർ ഇട്ടുകൊണ്ട് വന്ന സമ്മാനം കിട്ടുമെന്ന്? ഇത് ഞാൻ നേരത്തെ അറിഞ്ഞില്ല. ഏതായാലും കൺഗ്രാറ്റുലേഷൻസ് മാൻ. ഓക്കെ, ആ സമ്മാനം എടുത്തോ. Your name please? Ariel. So Mr. Ariel is the luckiest man Yeah, of he is the the day. winner. Mr. Ariel, please receive microwave oven. Are you happy? Yeah, I don't How do you feel now? lucky. Congrats, very lucky. congrats, Okay. congrats Mr. Ariel. താങ്ക് യു സോ മച്ച്. വളരെ കഷ്ടപ്പെട്ട ചുമന്നുകൊണ്ട് വന്നത് കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു. ഓക്കെ, ഇനി എന്തായാലും ഇവിടെ എത്തിയ സ്ഥിതിക്ക് മലയാള സിനിമയുടെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് മലയാള സിനിമയിലെ 2-3 താരങ്ങൾ ഇവിടെ എത്തുകയാണ് എങ്കിൽ നിങ്ങൾ എനിക്കൊരു സമ്മാനം തരുമോ? ഒരു കയ്യടി തരുമോ? കറക്റ്റ് ആവുകയാണെങ്കിൽ ആദ്യം പ്രോത്സാഹനം, ഒന്ന് പ്രോത്സാഹിപ്പിക്കും നൈസായിട്ട് ചുമ്മാ. താങ്ക് യു സോ മച്ച്. അപ്പോൾ മലയാള സിനിമയിലെ ചില താരങ്ങൾ ഇവിടെ എത്താൻ ശ്രമിക്കുകയാണ്. അതിൽ ആദ്യമായി മലയാള സിനിമയിലെ ഏകദേശം എല്ലാ സിനിമയിലുള്ള ഒരു വ്യക്തിത്വമാണ് കൊച്ചു പ്രേമൻ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അറിയാൻ പറ്റും. കൊച്ചു പ്രേമൻ, അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അറിയില്ല ശരിയാവുമെന്ന് നോക്കാം. ചേട്ടാ ശബ്ദമൊക്കെ ഇതിരി കൂട്ടിയിട്ടോ, എന്നാലേ ഇതൊക്കെ മൊത്തം കേൾക്കുള്ളൂ. ഓക്കെ. എന്തായത് പ്രസിഡന്റ് പറഞ്ഞതിൽ കാര്യമുണ്ട് കേട്ടോ. ആൻഡോ ചേട്ടനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 25 വയസ്സ് പ്രായം ചോദിക്കത്തുള്ളൂ. താങ്ക് യു. ഇനി അടുത്ത താരത്തിലേക്ക് പോകുമ്പോൾ മീശ മാധവൻ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ ഇന്ദ്രജിത്തിന്റെ ശബ്ദമാണ് അനുകരിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ദ്രജിത്ത്. നീയാണല്ലേ മീശ മാധവൻ? നീ മീശ പിരിച്ച ആൾക്കാരെ പേടിപ്പിക്കും ഇല്ലയോടാ. ഇനി നമ്മൾ കാണുമ്പോ നിന്റെ മീശ അവിടെ കാണാൻ മേല. മനസ്സിലായില്ലയോ? വടിച്ചിട്ട് വരണം. നമ്പറിച്ചോ? ഇങ്ങനാന്നോ പ്രതികളെ ചോദ്യം ചെയ്യുന്നേ? ഇങ്ങ് മാറ്, ഞാൻ കാണിച്ചു തരാം. ശാരദാമോ ലൈനായിരുന്നു ഇല്ലയോ? താങ്ക് യു. കൈയടിക്കണില്ല കേട്ടോ. അടുത്തതിലേക്ക് പോകുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെ കേരള സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയ ഒരു താരമുണ്ട്. നിങ്ങൾക്കും എനിക്കും ഏവർക്കും പ്രിയപ്പെട്ട താരം വിനായകൻ. കമ്മട്ടിപ്പാടം എന്ന സിനിമയിലെ ഡയലോഗുമായി എത്തുകയാണ് വിനായകൻ. ആശാനെ അവര് ചെറിയ ടീമൊന്നുമല്ല, ആശാനെ വലിയ ടീമാണ്. ആശാൻ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. ആശാനെ ഇവിടെ ആൻഡോ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനൊക്കെ ഉണ്ടെന്ന്, വലിയ പുള്ളിയാണ്. പുള്ളിന് ഇവിടെ 50 വയസ്സായി എന്നൊക്കെ പറഞ്ഞ് കാണിക്കണ്ട്. കൃഷ്ണ ഗംഗേടാ ഒന്നുമില്ലടാ, വെറുതെ വിളിച്ചതാടാ, ചുമ്മാ വെറുതെ വിളിച്ചതാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി അടുത്തത് അമർ അക്ബർ അന്തോണിയിലെ ഒരു ശബ്ദം കൂടി ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. പൃഥ്വിരാജിന്റെ അച്ഛൻ വേഷം ചെയ്ത ശശി കലിംഗ. ശശി കലിംഗ നമ്മുടെ പ്രാഞ്ചിയേട്ടനിലെ മമ്മൂക്കയുടെ ഹെൽപ്പർ ആയിരുന്നു ശശി കലിംഗ. എടാ മോനെ, നിന്നോട് ഞാൻ ഈ ഷർട്ട് കൊണ്ടുവരാനാണോട്ടാ പറഞ്ഞത്? ആ പുള്ളി കുപ്പായത്തിൽ ചുവത്ത കള്ളിയുള്ള കുപ്പായം കൊണ്ടുവരാനല്ലേ പറഞ്ഞത്? അച്ഛനോട് സ്നേഹമില്ലാത്തവൻ. താങ്ക് യു. ഇനിയും ഒരുപാടുണ്ട്, പക്ഷേ സമയക്കുറവ് മൂലം നമ്മൾ വീണ്ടും അടുത്തൊരു കിടിലൻ ട്രാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഗായകർ ഇവിടെ റെഡിയായി നിൽക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു മിമിക്രി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു നല്ല കൈയടി തരുമോ? ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടി പറയുകയാണ്. ഒരു ചെറിയ പ്രൊമോഷൻ എന്തായാലും വന്നതല്ലേ. നമ്മുടെ റേഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയോ സുനോ 91.7 FM കേട്ട് കൂട്ടുകൂടാമെന്ന റേഡിയോയിലാണ് വർക്ക് ചെയ്യുന്നത്. പേര് RJ സുരാജ് എന്നാണ്. ചിലപ്പോഴൊക്കെ നിങ്ങൾ കാർ ഓടിച്ചു പോകുന്ന സമയത്ത് ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ 5 മണി വരെ നിറയെ സിനിമാ വിശേഷങ്ങളുമായി ഗെയിംസ് ഒക്കെ ആയിട്ട് ഞാൻ ഓൺ എയറിൽ ഉണ്ടാവും. എല്ലാവരും വിളിക്കും എന്ന് വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഖത്തറിന്റെ നാഷണൽ ഡേ വരികയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു വലിയ ക്യാമ്പയിൻ ചെയ്യുകയാണ്. 1500 സെൽഫി വീഡിയോകൾ ശേഖരിച്ചു വരുന്നു. സോ ഞങ്ങളുടെ കൂടെ ചേരാൻ, ചരിത്രത്തിന്റെ ഭാഗമാകാൻ നിങ്ങളും തയ്യാറാവുകയാണെങ്കിൽ I love my ഖത്തർ എന്ന് മാത്രം പറഞ്ഞിട്ട്
ഒരു ചെറിയ സെൽഫി വീഡിയോ എടുത്തിട്ട് 50000917 എന്ന നമ്പറിലേക്ക് അയച്ചാൽ നിങ്ങളും ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. നമ്മുടെ പെറ്റമ്മ ഇന്ത്യ ആണെങ്കിൽ നമ്മുടെ പോറ്റമ്മ അത് ഖത്തറാണ്. അപ്പോൾ അതിനുവേണ്ടി സെൽഫി വീഡിയോകൾ എടുക്കുക. അയക്കേണ്ട നമ്പർ ഇതാണ് 50000917. താങ്ക് യു. ഇനി അടുത്ത ഗാനത്തിലേക്ക് പോകാം. സുരജ്, ഐ ലവ് ഖത്തർ. ഓക്കെ സുരജ്, കൺഗ്രാറ്റ്സ്. താങ്ക് യു. Thank you, thank you. തകർത്തു, തിമിർത്തു, പൊരിച്ചു. അതൊക്കെ ലക്കി. Tataya, tataya, ho. Tataya, tataya, ho. नैनों में सपना, सपना में सजना, सजना पे दिल आ गया, कि सजना पे दिल आ गया. नैनों में सपना, सपना में सजना, सजना पे दिल आ गया, कि सजना पे दिल आ गया. गली बली देखी जवानी से बली दे हसीनों के मेले देखे दिल पे ओ हो तू ही पा गया अरे नैनों में सपना सपनों में सजनी सजनी पे दिल आ गया मैं सजनी पे दिल आ गया Tataya, tataya, ho. Tataya, tataya, ho. ना मिला कोई भी तुझसा, मैंने देखी हर गली. मैंने छोड़ा ज़माना सारा, मैं तेरे संग चली. मन तेरा खिल गया चमन तू जवानी की कली तेरी खुशबू की तेरी सांसों में पल पल है पली बाहों को सहारा मिले तेरा जब भी सारा मिले मुझे जग सारा मिला मैं तो ओ हो तू ही चाह गया तू ही चाह गया दूरिया मजबूरिया कुछ कुछ की साल की लेके आओ न तेरे घर में तो एक दिन बाल की अरे नैनों में सपना सपनों में सजनी सजनी पे दिल आ गया मैं सजनी पे दिल आ गया നമ്മുടെ അതൊന്ന് ഈശ്വര ഭഗവാനെ മിന്നിച്ചാക്കണേ. എത്ര 85 ആരാണത്? 85. ആരാണ് ഭാഗ്യവാൻ? ഈ അമ്പ- ഭാഗ്യവതി. എന്റെ പരിസരത്ത് പോലും ഇല്ല. ഒരു ലോട്ടറി എടുത്ത് ഒന്നും അടിക്കില്ല. 85. 85 ഉണ്ടോ? ഒരു തരം, രണ്ട് തരം, മൂന്ന് തരം. 85. 85 ഉണ്ടോ?
85? നോ നോ. ആ കുഴപ്പമില്ല കേട്ടോ, പൊക്കോട്ടെ. പോയി മോനെ. കുഴപ്പമില്ല കുഴപ്പമില്ല, അതും നമുക്ക് ഇനിയും പോയി. വരുമല്ലോ. ഇല്ല, നോ നോ. സെക്കൻഡ് ചാൻസ്. ഇനിയും ആരാണ്? ഒരു 5. ഓ 111. 111. ലേറ്റ് ആയിട്ട് വന്നാണ്. 1 ഫസ്റ്റ് കോൾ. 111. സെക്കൻഡ് കോൾ 111. ഇതാ. Yes. Here comes. ഏത് സമ്മാനം ഏതാ? ആ ചേട്ടൻ എന്ത് ഏതാ കൊടുക്കുക പ്ലീസ്? അമ്പമ്പോ. കൺഗ്രാറ്റുലേഷൻസ്. യുവർ ഗുഡ് നെയിം പ്ലീസ്? പ്രണവിനൊരു കയ്യടി. ഒരു ലോട്ടറിയൊക്കെ എടുക്കാട്ടോ, കേരളത്തിലൊക്കെ പോയി അടിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടിപൊളി. ഇത് എങ്ങനെ വെക്കും? ഒരു കൂട്ടുകാരൻ ആരെങ്കിലും ഒന്ന് വരുമോ പ്രണവിനെ സഹായിക്കാൻ? എനിബഡി ഈസ് ദേർ? ഒരു 1.5 സമ്മാനാണ്. പ്ലീസ് കം ഫോർവേഡ്. പ്രണവിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? എനിബഡി ഈസ് ദേർ? 2 എണ്ണം ഉണ്ട്, പൊക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. പ്ലീസ് ഹെൽപ്പ് ഹിം. യാ ഓക്കെ. അദ്ദേഹം വരുന്നു. വീട്ടിലോട്ട് കൊണ്ടുപോയിരുന്നത് നോട്ട് ചെയ്യും. സോറി. കൺഗ്രാറ്റ്സ് പ്രണവ്. ഓക്കെ. ഇത്രയും വലിയൊരു സമ്മാനം കേട്ടിട്ട് വലിയൊരു കൈയടി കൊടുത്തു. പോട്ടെ വണ്ടി പോട്ടെ. എടുത്ത പൊന്താത്ത സമ്മാനം. ഓക്കെ, വീണ്ടും നമ്മൾ ഷുഹൈബിനെ സ്വാഗതം ചെയ്യുന്നു. ഷുഹൈബ് കം ഓൺ. किसी के कहने में ना आना, मैं तो हूँ तेरे दीवाना, सर जहाँ को है बताना। ओ दीदी दीदी सुन दीवा, ओ दीदी वाह, ओ दीदी सुनते में ना आना, मैं तो हूँ तेरे दीवाना, सर जहाँ को है बताना। ओ दीदी सुन दीवा, ओ दीदी वाह, ओ दीदी सुनते से कभी शर्मा के दे, कभी तो मुझे आसमा के दे, खुद को जरा समझा के दे। को दीदी सुन दीवा, ओ दीदी वाह, ओ दीदी सुनते मेरी याद आएगी, यादों को तुझे तड़ पाएंगी, फिर तेरी आंखें भर आएंगी। ओ दीदी सुन दीवा, ओ दीदी वाह, ओ दीदी सुनते के कहने में ना आना, मैं तो हूँ तेरा दीवाना, कर जहाँ को है बताना। ओ दीदी सुन दीवा, ओ दीदी वाह, ओ दीदी सुनते ഓക്കെ, ഒരു സമ്മാനം കൂടി ഉണ്ട്. അപ്പോ ഇനിയിപ്പോ ഗെയിം നടത്താനുള്ള സമയമൊന്നുമില്ല, എല്ലാവരും ഈ പറഞ്ഞ പോലെ ഇരിക്കുകയാണ്. അപ്പൊ ഞാനൊരു ചെറിയ കാര്യം, സ്നേഹം അളക്കാൻ വേണ്ടിയിട്ടല്ല എങ്കിലും പറയുകയാണ്. ഈ സമ്മാനം ഞാൻ തരാം, പക്ഷേ സ്വന്തം ഭാര്യയുടെ ഒരു
പടം അല്ലെങ്കിൽ ഒരു ഫോട്ടോ പേഴ്സിലുള്ള ഒരാൾക്ക് തരാം. വേഗം തന്നെ ഇവിടെ. അതുകൊണ്ട് ഇവിടെ വരണം. ആദ്യം വന്നാക്ക് കാണിച്ചു തരണം. ആദ്യം വന്നാക്ക് പ്ലീസ് ഓടി വന്ന് കാണിച്ചു തരണം. ഇവിടെ ഇല്ല, സ്റ്റേജിലില്ല. കാണിച്ചതാ. സ്വന്തം ഭാര്യയുടെ ആയിരിക്കും കേട്ടോ, വേറെ ആരെയും പറ്റില്ല. വെരിഫൈഡ് ആണോ? ഓക്കെ, ഇവിടെ ഫസ്റ്റ് കിട്ടി. എവിടെ? വേർ ഇസ് യുവർ വൈഫ്? ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല. ഓക്കെ, സത്യമാണോ? ആധാർ കാർഡ് നോക്കുന്ന പോലെ ഉണ്ട്. ഓക്കെ, എന്തായാലും അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കാം. ഒന്ന് കൈയടിച്ചു കൊടുക്കൂ. ഭാര്യ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഭർത്താവാണ്. ഈ സ്നേഹം എന്നെന്നും പൂത്തുലയട്ടെ. അപ്പൊ ഭാര്യയോട് പറയണം. അതെ, ഉറക്കത്തിൽ പേടിയാവാണ്ടിരിക്കാൻ എടുത്തു വെച്ചതാണ്. താങ്കളുടെ ഒരു സമ്മാനം കിട്ടി നിങ്ങൾ പറഞ്ഞേക്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അടിപൊളി. Congrats. സോ നെക്സ്റ്റ് ഇനി കുറച്ച് ആഡംബരമായിട്ട് പോവുകയാണ്. 2 വിരലും കൂട്ടിയിട്ട് 4 മോതിരമുള്ള ഒരാൾക്ക് തരാം. 4 മോതിരം. വേഗം വാ. 4 മോതിരം 2 വിരലും കൂട്ടിയിട്ട് ഓടി വന്ന ആർക്ക് തരാം? 4 മോതിരം. ലേഡീസിനും വരാം, ആർക്ക് വേണമെങ്കിലും വരാം. 4 മോതിരം. ചാർ പ്ലീസ് കം ഫോർവേഡ് ഫാസ്റ്റ്. ഫസ്റ്റ് ഇവിടെ വരണം. യു ക്യാൻ കം ഹിയർ പ്ലീസ്. നോ 4 മോതിരം. അതില്ല, വീട്ടിലേക്കില്ല. 3 no 4 പ്ലീസ് കം. അരെ ബായ്, 4 നമ്പർ. കൺഗ്രാറ്റുലേഷൻസ്. ഒന്ന് നോക്കി കാണിച്ചേ. 1 2 3 and 4. आपका नाम अपना है आपका नाम? और रेंट എടുത്താണോ? ഹരി. ഹിന്ദി മാലും നഹി. ഓക്കെ, സമ്മാനം കൊടുക്കുക സാർ. എന്തായാലും വന്ന സ്ഥിതിക്ക് ഒരു സമ്മാനം കൊടുത്തേക്ക് അദ്ദേഹത്തിന്. വാങ്ങിച്ചോ, നല്ലൊരു കൈയടി. താങ്ക് യു. ഓക്കെ, ഇനി ഒരു 5 മോതിരം കൂടി ഇടണം കേട്ടോ. ശരി, ഇനിയിപ്പോ എന്തായാലും നമുക്ക് വിന്നറെ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോ മെഗാ തെരഞ്ഞെടുപ്പിനുള്ള ആ ഒരു സംഭവം എടുത്തോ. ഓക്കെ, TV. ഈ TV ആരാണ് കരസ്ഥമാക്കാൻ പോകുന്നത്? ശരിക്കും കറക്കി എടുക്കണോട്ടെ, ഞാൻ പറഞ്ഞേക്കാം. 50 5 മെഗാ സമ്മാനം. ഇന്നത്തെ ഏറ്റവും വലിയ ഭാഗ്യവാനോ ഭാഗ്യവതിയോ ആരാണെന്ന് നോക്കാം നമുക്ക്. ദൈവമേ, ഈശ്വര, മിന്നിച്ചക്കണേ, തുലാഭാരം ഇല്ല, പോയി. അയ്യോടാ. പറയട്ടെ, ആദ്യത്തെ അക്ഷരം 1. കേട്ടുണ്ട്. രണ്ടാമത്തെ അക്ഷരം 2. മൂന്നാമത്തെ അക്ഷരം ഇല്ല. 12 12 ആരുണ്ടോ? 1 2 ഇല്ല. 1 2 സമ്മാനം കമ്പനിക്ക് അടിച്ചു. കമ്പനിക്ക് എന്തുണ്ട്? മുതലാളി പറ. സമ്മാനം കമ്പനിക്ക് അടിച്ചു. മുതലാളി സ്റ്റേജിലായി പോയി. എന്ത് വേണം? ചേട്ടാ, കട്ട പ്രതിഷേധമാണ്. ഓക്കെ, വേറെ എടുക്കാം. ഓക്കെ, ഒരു മിനിറ്റ്, ജസ്റ്റ് എ മിനിറ്റ്. അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ കൈവക്ക്. ഇനി പ്രതികൂലിക്കുന്നവർ കൈവക്ക്. പ്ലീസ് എടുക്കും, ഒരു പ്രാവശ്യം എടുക്കാം, ശരിയാവില്ല. കട്ടക്കുശുമ്പല്ലേ ചേട്ടാ, അവിടെ നിന്നാ പോരായിരുന്ന വല്ല കാര്യം ഉണ്ടായിരുന്ന സ്റ്റേജിലേക്ക് വരേണ്ടത്. ഓക്കെ, അല്ല, ഒരു മിനിറ്റ്, ഒരു കാര്യം എടുക്കല്ലേ. ഇത് കേട്ടപ്പോഴേക്കും ഒരാൾ പോയി അവിടെ ഇരുന്ന്. സ്റ്റേജിൽ നിന്നാലല്ലേ സമ്മാനം ഉണ്ട്. ഇപ്പൊ തരാട്ടാ, എടുത്തോ. റെഡി? ദ വിന്നർ. ഈശ്വര, 5 ബാക്കിയോട്ടെ. വെറും 5. 5. ഇന്നത്തെ ഈ ഒരു ഫംഗ്ഷന്റെ താരമായിരിക്കുകയാണ് ആ ഒരു വൈറ്റ് ടീഷർട്ട് ഇട്ട് വരുന്ന മഹാൻ. ഓക്കെ, അദ്ദേഹത്തിന്റെ പേര് പറയൂ. അലി. ഒരു കൈയടി കൊടുക്കാം. മിസ്റ്റർ അലി. ഇത് കിട്ടുമെന്ന് വിചാരിച്ചോ? ഒരിക്കലുമില്ല. ഈ 5 ഞങ്ങൾ ഇവിടെ 5 എന്ന് പറഞ്ഞപ്പോ മനസ്സിൽ എന്താ ആദ്യം തോന്നിയത്? ലക്കിയുടെ അടിച്ചു മോനെ. ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ TV ഉണ്ടോ? ജീവിണ്ട്. അപ്പൊ ഈ TV എന്ത് ചെയ്യും? പാവപ്പെട്ടവർക്ക് കൊടുത്തൂടെ? കോട്ടൊക്കെ ഇട്ട് നിൽക്കണ പാവപ്പെട്ടവർക്ക്. ഇങ്ങോട്ട് നോക്ക്. അല്ല, ഈ കോട്ട് വേണം. ഓക്കെ, എന്തായാലും സമ്മാനം കൈമാറാനുള്ള സമയമാണ്. പ്ലീസ്. കൺഗ്രാറ്റ്സ് മിസ്റ്റർ അലി. കൺഗ്രാറ്റ്സ്.
സോ ഫൈനൽ വിന്നറാണ്. നല്ലൊരു കൈയടി കൊടുക്കുക പ്ലീസ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. Congrats, Ali. അനുചേട്ടാ, താങ്ക് യു സോ മച്ച്. കഴിഞ്ഞു. Thank you. Come on. Hey, hey. Hey, hey. എന്റെ മരിച്ചിരിക്കുമ്പോൾ എന്റെ പെണ്ണ് പോയി എന്റെ പെണ്ണ് പ്രാണി കുപ്പി എന്റെ മാ കുടിച്ചു തീർത്തേ എന്റെ മരിച്ചിരിക്കുമ്പോൾ എന്റെ പെണ്ണ് പോയി എന്റെ പെണ്ണ് പ്രാണി കുപ്പി എന്റെ മാ കുടിച്ചു തീർത്തേ. ഇവിടൊരു ജാഗരയും വേലകളിയും ഒത്തുവന്ന പൊട്ടിരരുടെ തോർത്തു കീറി പോയ തോർത്തു പോകരുത് അലകട കാറ്റിനു നീ കാതു കുത്താൻ പാടുപെടേണ്ട സഹചര സേന പതിവീര പടുകാമലാലുവ എന്നെ മേട ചിമിക്കി കമ്മൽ നിന്റെ ചെങ്കട്ടോണ്ട് പോയേ എന്റെ പെണ്ണ് ബ്രാണ്ടി കുത്തി എന്റെ മാ കുടിച്ചു തീർത്തി എന്നെ മേട ചിമിക്കി കമ്മൽ എന്റെ ചെങ്കട്ടോണ്ട് പോയേ എന്റെ മേട ബ്രാണ്ടി കുപ്പി എന്റെ മാ കുടിച്ചു തീർത്തി. ചെമ്മീൻ ചാടിയാൽ മുട്ടോളം പിന്നെയും ചാടിയാൽ ചട്ടോളം ചുമ്മാ ഊതാൻ നോക്കാതെ തായം കളിക്കാൻ നിൽക്കാതെ വട്ടം ചുറ്റി ചോരെല്ലാം വട്ട പൂജ്യം പോരായി മുറ്റം കാണാൻ കൊതിയായി വെട്ടത്തിറങ്ങാൻ കൊതിയായി അലിവേഷം പോയടാ ഇനി വേഷം മാറടാ മലയാറ്റൂർ പള്ളിയിൽ ഒരു കുരിശും മലനേരം എന്നെ പോലെ വന്നത് എലി പോലെ പോയടാ ചെന്ന പിന്നെ ചെല്ല മഴ പിടിക്കുന്ന പൊടിയും എന്റെ മേലെ ചിവിട്ടി കമ്മൽ എന്റെ ചെങ്കട്ടോണ്ട് പോയി എന്റെ പെണ്ണെ താണ്ടി കുപ്പി എന്റെ മാ കുറിച്ചു തിന്നേ എന്റെ മേലെ ചിവിട്ടി കമ്മൽ എന്റെ പെൺകട്ടോണ്ട് പോയി എന്റെ മേലെ താണ്ടി കുപ്പി എന്റെ മാ കുറിച്ചു തിന്നേ. ഇതിനൊരു കാകരയും വേലകളിയും ഒത്തുവന്ന പൊത്തിരരുടെ തോർത്തു കീറി പോയ തോർത്തു പോകൽ കാറ്റിനു നീ കാത് കുത്തൽ പാടുപെടേണ്ട സഹചര സേന പടിവീര പടിപാമലോലുവ എന്റെ മേട ചിമിക്കി കമ്മൽ എന്റെ പെൺകട്ടോണ്ട് പോയേ എന്റെ പെണ്ണ കാണ്ടി കുപ്പി എന്റെ മാ കുറിച്ചു തിന്നേ എന്റെ മേട ചിമിക്കി കമ്മൽ എന്റെ പെൺകട്ടോണ്ട് പോയേ എന്റെ പെണ്ണ കാണ്ടി കുപ്പി എന്റെ മാ കുടിച്ചു തിന്നേ. നല്ല കൈയടി. വേൽമുരുക ഹരോഹര വേലായുധ ഹരോഹര. ചൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം വീരൻ പടയുടെ പൊൻമുടി എത്തിക്കൊട്ടിക്കേറും താളം ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം ഇന്നക്കരയുള്ളവൻ ഇക്കര എത്തും തക്കടി തകിലിടി മേളം ഇത് മാമല മേലെ സൂര്യനുദിക്കും പുലരിക്കതിയും വെള്ളിത്ത് കാടും മലയും പുഴയും കടന്ന് കയറി വരും ഒരു വള്ളിത്തേരാണ് വെൽമുരുക ഹരോ ഹരാഹോയ് വേലായുധ ഹരോ ഹരാഹോയ് വെൽമുരുക ഹരോ ഹരാഹോയ് വേലായുധ ഹരോ ഹരാ. ശൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം വീരൻ പടയുടെ പൊന്മുടി എത്തിക്കൊട്ടിക്കേറും താളം ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം ഇന്നക്കരയുള്ളവൻ ഇക്കര എത്തും തക്കിടി തകിലിടി മേളം ഇത് മാമല മേലെ സൂര്യനുദിക്കും പുലരിക്കതിയും വെള്ളിത്തേരെ കാടും മലയും പുഴയും കടന്നു കയറി വരും ഒരു വള്ളിത്തേരാണ് വെൽമുരുക ഹരോ ഹരാഹോയ് വേലായുധ ഹരോ ഹരാഹോയ് വെൽമുരുക ഹരോ ഹരാഹോയ് വേലായുധ ഹരോ ഹരാ. Right.
ഷാദ് ഖാനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരിപ്പാ ഹേ ഹരിപ്പാ ഹേ 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 ഈ താരകാസുരനെ വടിവേലൻ നോക്കാനല്ലോ തിരുവന്നൂരിൽ വടിവേലൻ വന്നു. ഈ ശൂരപ്പന്റെ ശൗര്യമടക്കാനല്ലോ സേനാപതിയാ തിരുമുരുകൻ വന്നു. പണിയാരം കേറി ചെന്നാൽ അമ്പലമുണ്ട്, തേരും നിറയുമുണ്ട്. മുടിവെട്ടാൻ മൊഴിയിൽ കാത്തുമോ തോർക്കെല്ലാം വെയ്യത്തിൽ ലഹരിയുണ്ട്. വെട്രി വേൽ മുരുക മുരുക വേൽ മുരുക ഹര ഹര വേലായുധ ഹര ഹര വേൽ മുരുക ഹര ഹര വേലായുധ ഹര ഹര. ശൂരൻ പടയുടെ ചമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ പൊൻമുടി എത്തിക്കൊട്ടി കേറും താളം. ഇത് മുള്ളം കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം. ഇന്നക്കരയുള്ളവർ ഇത്തര എത്തും തകഴിയും മേളം. യാ മുനിയാണ്ടി പണ്ടാരങ്ങൾ മുറ്റത്തെത്താറായല്ലോ. അറുപട വീട് ഇത് തിരുമല വീട്. ഇനി അഗ്നിക്കാവടിയാടാൻ ഈ കനലിൽ നാവിയുറുക്കണ്ടേ. കൊട്ടടവട്ടം കോലാലച്ചേളം കുട്ടി കോമരമുണ്ട്, വാളും പരിചയുണ്ട്. മുക്കില നാക്കില ആറുവിളക്ക് തിളത്തിൽ വിളമ്പുമുണ്ട്. തഞ്ചി കൊഞ്ചടി കൊഞ്ചടി കുറുമ്പി വെൽമുരുക ഹര ഹരാഹോ വേലായുധ ഹര ഹരാഹോ വെൽമുരുക ഹര ഹരാഹോ വേലായുധ ഹര ഹരാ. ശൂരൻ പടയുടെ ചമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ പൊന്മുടി എത്തിക്കൊട്ടി കേറും താളം. ഇത് മുള്ളം കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം. ഇന്നക്കരയുള്ളവരിക്കര എത്തും തക്കടി തകടി മേളം. ഇത് മാമല മേലെ സൂര്യനുദിക്കും പുലരിക്കതിരും വെള്ളിത്തേരെ പാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണ്. മുരുക ഹര ഹരാഹോ വേലായുധ ഹര ഹരാഹോ മുരുക ഹര ഹരാഹോ വേലായുധ ഹര ഹരാഹോ മുരുക ഹര ഹരാഹോ വേലായുധ ഹര ഹരാഹോ മുരുക ഹര ഹരാഹോ വേലായുധ ഹര ഹരാ. താങ്ക് യു. ഒരിക്കൽ കൂടി ആൻഡോ ചേട്ടന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതുപോലെ 1000 വർഷം ആഘോഷിക്കുവാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഒപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന സീന ചേച്ചി, താങ്ക് യു സോ മച്ച്. ഗ്രേറ്റ് സപ്പോർട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമാണ്, കൂടുതൽ ഇപ്പോൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പ്രൊഫഷണൽ ആങ്കറാണ്, ടീച്ചറാണ്, ഒരുപാട് മേഖലകളിൽ പ്രസിദ്ധിയായിട്ടുള്ള സീന ചേച്ചി, താങ്ക് യു സോ മച്ച്. സോ ഗൈസ്, ഒരിക്കൽ കൂടി തൽക്കാലം വിട പറഞ്ഞു പോവുകയാണ്. പോകുന്നതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ ഒരു പുഞ്ചിരിയോടുകൂടി തന്നെ നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. എല്ലാവരും ഒന്ന് ചിരിച്ചാൽ മതി. ശരിക്കോ? റെഡി 1 2 3 ചട്ട്. അപ്പോ ഈ പുഞ്ചിരി എപ്പോഴും മായാതിരിക്കട്ടെ, മറയാതിരിക്കട്ടെ എന്ന് പറഞ്ഞു പോകുന്നത് ഖത്തറിന്റെ സിനിമാക്കാരൻ ഞാൻ സുരാജ്. ഇനി കേട്ട് കൂട്ടുകൂടാം. താങ്ക് യു.